ഹലോ, കിട്ടിയോ മാഡം? പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ലേ? വന്നോ? ഓക്കെ ഓക്കെ. ഓക്കെ. ആ അല്ല, സൗണ്ട് കേൾക്കാൻ പറ്റുമോ? സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഞാനിപ്പോ ഫോണിലാ പറയുന്നത്, ഞാൻ സംസാരിക്കട്ടെ? കേൾക്കാൻ പറ്റുമോ എന്ന് നോക്കുവോ? ക്ലാസ് അങ്ങ് തുടങ്ങിയാ മതിയോ? തുടങ്ങട്ടെ ഫുൾ? അല്ല, മാഡം സൗണ്ട് കിട്ടുന്നില്ലെങ്കിൽ എന്നെ ഈ നമ്പറിൽ വിളിക്കണേ, മോൻ എടുക്കും. ശരി. ഞാൻ എൻഡ് ലൈവ് കൊടുത്ത് നിൽക്കണം അല്ലേ? ശരി, ഓക്കെ. കൃഷി പാഠശാലയിലേക്കുള്ള ക്ലാസ് എന്ന് പറഞ്ഞാൽ മതിയല്ലോ അല്ലേ സമേതിയുടെ? നമസ്കാരം. ഇന്നത്തെ സമേതിയുടെ കൃഷി പാഠശാലയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് മഞ്ഞളിനെ കുറിച്ചുള്ള നടീലും അതിന്റെ പരിപാലന രീതിയുമാണ്. മഞ്ഞളിന്റെ ഉൽപാദനത്തിലും ഉപഭോഗത്തിലും ഒക്കെ ഇന്ത്യ തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. ഏകദേശം കേരളത്തിൽ കൃഷി ചെയ്യുന്നത് ഇന്ത്യ ഉൽപ്പാദിപ്പിക്കുന്നതിൽ നിന്ന് 1% മാത്രമാണ്. അതായത് വിസ്തൃതിയിലും അതിന്റെ ഉൽപാദനത്തിലും ഒക്കെ 1% മാത്രമാണ് നമ്മൾ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പൊ മഞ്ഞളിന്റെ വിവിധ തരം ഉപഭോഗങ്ങളാണ് നമുക്കുള്ളത്. പച്ച മഞ്ഞളിനെ ഉണക്കി മഞ്ഞൾ പൊടിയാക്കി, പിന്നെ മഞ്ഞൾ സത്തും ബാഷ്പശീല തൈലവുമാക്കി, കുർക്കുമിൻ എന്നിവയൊക്കെ ആയിട്ടാണ് ഇത് സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇന്ത്യയിൽ നിന്നും വ്യാപാരം ചെയ്യുന്ന മഞ്ഞൾ പല രീതിയിലാണ് അറിയപ്പെടുന്നത്. ഫിംഗർ, ആലപ്പി ഫിംഗർ എന്ന്, പിന്നെ ഈറോഡ് മഞ്ഞൾ എന്നത്, സേലം മഞ്ഞൾ, രാജ്പൂർ മഞ്ഞൾ, സാംഗ്ലി മഞ്ഞൾ, നിസാമാബാദ് ബൾബ് എന്നീ വിവിധ പേരുകളിലാണ് സാധാരണയായിട്ട് അറിയപ്പെടുന്നത്. കാരണം ഇന്ത്യയിൽ മഞ്ഞളുടെ പ്രധാനമായ വ്യാപാര കേന്ദ്രങ്ങളാണ് തെലങ്കാനയിൽ നിന്നുള്ള നിസാമാബാദ്, ആന്ധ്രാപ്രദേശിലെ ദുഗിരാല, മഹാരാഷ്ട്രയിലെ സാംഗ്ലി, തമിഴ്നാട്ടിൽ നിന്നുള്ള സേലം, ഈറോഡ്, ധർമ്മപുരി, കോയമ്പത്തൂർ എന്നീ സ്ഥലങ്ങൾ. കേരളത്തിൽ നിന്ന്, കൊച്ചിയിൽ നിന്നും മഞ്ഞൾ വിവിധ സ്ഥലങ്ങളിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഞ്ഞൾ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് തെലങ്കാനയാണ്. പിന്നെ തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, മറ്റു സംസ്ഥാനങ്ങളും വരും. ഇതിൽ കേരളം വളരെ പിന്നിലാണ്. ഏകദേശം ഞാൻ പറഞ്ഞു 1% മാത്രമാണ്. അതിൽ നിന്നുള്ള ഏരിയയും അതിൽ ഉൽപാദനവും ഏകദേശം 1%-ന് താഴെയാണ്. അപ്പൊ കേരളത്തിലെ മഞ്ഞൾ കൃഷി ഇഞ്ചി കൃഷിയുമായിട്ടാണ് ബന്ധം. ഇഞ്ചിക്ക് വില കൂടുന്നത് കൊണ്ട് ആൾക്കാർ കൂടുതലായിട്ട് ഇഞ്ചി കൃഷി ചെയ്യുന്നതിനായിട്ടാണ് താല്പര്യം കാണിക്കുന്നത്. മഞ്ഞൾ കൃഷി പൊതുവെ കേരളത്തിൽ അധികം ഉണ്ടാകാത്തതിന്റെ കാരണം ഇഞ്ചിക്ക് വില കൂടുതൽ കിട്ടുന്നത് കൊണ്ടും മഞ്ഞളിന്റെ വില കുറവായതുകൊണ്ടും, പിന്നെ മഞ്ഞളിന് നമുക്കറിയാം അത് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം അതിനെ നമ്മൾ വിവിധ തരത്തിൽ നമ്മൾക്ക് മാറ്റുന്നതിനായി അതിനെ പുഴുങ്ങി വേണം, ഉണക്കി പൊടിച്ചാണ് സാധാരണയായിട്ട് അതിൻ്റെ ഒരു പ്രോഡക്റ്റ് ആയിട്ട് മാറുന്നത്. അപ്പൊ അതിനകത്ത് കൂടുതലായിട്ട് ലേബർ യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു കാര്യം കൂടി വരുന്നുണ്ട്. അപ്പൊ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന മഞ്ഞൾ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, ഇന്ത്യയിൽ ഏകദേശം വേൾഡിൽ നമ്മൾ പറയുന്ന 80% ഇന്ത്യയിൽ തന്നെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ ഇന്ത്യയിൽ ലോകത്തിലെ 80% ഉൽപാദനവും ഏകദേശം ഇന്ത്യയിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നതെങ്കിലും ഇവയിൽ കേവലം ഒരു 13% മാത്രമാണ് നമ്മൾ ഏകദേശം കയറ്റി അയക്കുന്നത്. ചൈന, മ്യാൻമാർ എന്നീ മറ്റു രാജ്യങ്ങളും ഏകദേശം ഈ മഞ്ഞൾ കൃഷിയുടെ എക്സ്പോർട്ടിൽ ലോകത്തെ വിപണിയിൽ നിന്നുണ്ട്. എന്നാലും ഇന്ത്യ തന്നെയാണ് ഇപ്പോഴും മഞ്ഞൾ
കയറ്റുമതിയിൽ മുൻപന്തിയിൽ നിൽക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം ഏകദേശം 1600 കോടി മഞ്ഞളിന്റെ ഉൽപാദനം കയറ്റുമതി കാരണം നമുക്ക് ഇന്ത്യക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ വിവിധ തരം മഞ്ഞൾ പൊടിയായിട്ടും അതിന്റെ സത്തും ബാഷ്പശീല തൈലം എന്നിവയായിട്ടൊക്കെയാണ് നമ്മൾ കയറ്റുമതി ചെയ്തിട്ടുള്ളത്. ഇന്ത്യയുടെ മഞ്ഞളിന് പ്രത്യേകിച്ചും അന്താരാഷ്ട്ര വിപണിയിൽ വളരെ നല്ല മാർക്കറ്റാണ്. കാരണം അവയുടെ മഞ്ഞ കളർ കുർക്കുമിൻ കണ്ടന്റ് ഉള്ളത് കൊണ്ടാണ് ആ മഞ്ഞ കളർ ഉണ്ടാകുന്നത് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോ പ്രത്യേകിച്ചും കേരളത്തിൽ നിന്നുള്ള മഞ്ഞൾ മറ്റു സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോഴും നല്ലതാണ്. കേരളത്തിൽ മഞ്ഞൾ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യപ്പെടുന്ന ജില്ല എന്ന് പറയുന്നത് പാലക്കാടാണ്. പിന്നെ കോഴിക്കോട്, മലപ്പുറം, കൊല്ലം, പിന്നെ എറണാകുളം എന്നീ ജില്ലകളിലും നമ്മൾ മഞ്ഞൾ കൃഷി ധാരാളമായി ചെയ്തു വരുന്നുണ്ട്. അപ്പം മൊത്തം ഏകദേശം ഒരു 2800 ഹെക്ടർ മാത്രമേ കേരളത്തിൽ മഞ്ഞൾ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. നമ്മളുടെ മഞ്ഞളുടെ ഉൽപാദനം എന്ന് പറയുന്നത് ഏകദേശം 9000 ടൺ മാത്രമാണ്. അപ്പോ ഇത് വളരെ മഞ്ഞളിനെ സംബന്ധിച്ചിടത്തോളം ഉൽപാദനക്ഷമത വളരെ കുറവാണ്. നമുക്ക് ഇന്ന് പല ഇനങ്ങളുണ്ട്. ഏകദേശം 30 ടണ്ണും അതിനേക്കാൾ കൂടുതലും ഒരു ഹെക്ടറിൽ വിളവ് കിട്ടുന്ന മഞ്ഞൾ ഇനങ്ങൾ ഉള്ളപ്പോഴാണ് നമ്മളുടെ ഉൽപാദനക്ഷമത എന്ന് പറയുന്ന കേവലം 4 ടണ്ണിന് താഴെയായി നിൽക്കുന്നുള്ളൂ എന്നുള്ളതാണ്. ഇന്ത്യയിലെ മൊത്തം ഉൽപാദനം നോക്കിയാലും ഏകദേശം 3.8 ടണ്ണാണ് ഒരു ഹെക്ടറിൽ നിന്ന് കിട്ടുന്നത്. കേരളത്തിൽ അവ 3.1 ശതമാനമായിട്ടാണ് ഉൽപാദനം ഒരു ടൺ ഒരു ഹെക്ടറിൽ നിന്നെന്ന രീതിയിലാണ് നമ്മൾക്ക് കിട്ടുന്നത്. അപ്പോ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക എന്നുള്ളത് മഞ്ഞൾ കൃഷിയിൽ ഒരു വലിയ വെല്ലുവിളിയാണ്. അപ്പൊ മഞ്ഞളിന്റെ ഉൽപാദനക്ഷമത കുറയുവാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് മഞ്ഞൾ സാധാരണയായിട്ട് കൃഷി ചെയ്യുന്നത് ജൈവ കൃഷി രീതിയിലാണ്. അപ്പൊ മഞ്ഞളിന്റെ പൊതുവെ രോഗകീടങ്ങൾ വളരെ ഇഞ്ചിയെ പോലെയൊന്നും വരാറില്ല, പൊതുവെ കുറവാണ് മഞ്ഞളിന്. അതുകൊണ്ട് തന്നെ മഞ്ഞൾ കൃഷി പിന്നെ ആൾക്കാരെ ഒരുവിധമുള്ളവരെല്ലാം മഞ്ഞൾ ജൈവ രീതിയിൽ കൃഷി ചെയ്യുവാനാണ് താല്പര്യപ്പെടുന്നതും ആയുർവേദ കാര്യങ്ങൾക്കും ഒക്കെ വേണ്ടി ഉപയോഗിക്കുന്നു. നമുക്കറിയാം മഞ്ഞൾ ഇന്ന് ആയുർവേദത്തിന് ഉപയോഗിക്കുന്നു, പിന്നെ സൗന്ദര്യവർദ്ധക വസ്തുക്കളിൽ ഉപയോഗിക്കുന്നു, പിന്നെ ഫാർമസ്യൂട്ടിക്കൽസ് അതായത് മരുന്ന് കമ്പനികളിൽ എടുത്തുകൊണ്ട് പോകുന്നു. അപ്പൊ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ മഞ്ഞൾ പൊതുവെ ജൈവ രീതിയിൽ കൃഷി ചെയ്യാനാണ് കർഷകരും പൊതുവെ ശ്രമിക്കുന്നത്. എന്നാലും കേരളം വിട്ടുകഴിഞ്ഞാൽ തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, തെലങ്കാന മുതലായ സംസ്ഥാനങ്ങളിൽ അവർ കുറച്ചുകൂടെ അതിനൂതനമായ രീതിയിലോട്ട്, അതായത് ഏകദേശം അവരുടെ കൃഷി എന്ന് പറയുന്നത് ഡ്രിപ്പ് ഇറിഗേഷനും ഫെർട്ടിഗേഷനും ഒക്കെ ചേർന്ന ഒരു കൃഷി രീതിയിലോട്ട് പോയിട്ടുണ്ട് ഈ അടുത്ത കാലങ്ങളിൽ. പിന്നെ കേരളത്തിൽ പൊതുവെ വെള്ളം ധാരാളമായി ലഭിക്കുന്നത് കൊണ്ടും നമ്മൾ കൃഷി ചെയ്യുന്നതെല്ലാം മഴയെ ആശ്രയിച്ച് കൃഷി ചെയ്യുന്നതാണ്. പക്ഷേ മറ്റു സംസ്ഥാനങ്ങളിൽ വെള്ളം അധികമായി ഇല്ലാത്തത് കൊണ്ട് അവര് ഡ്രിപ്പ് ഫെർട്ടിഗേഷൻ ഉൾപ്പെടെ ചേർന്നാണ് ഇപ്പോൾ മഞ്ഞൾ ഉൽപ്പാദിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ഉൽപാദനക്ഷമത കുറച്ചുകൂടി കേരളത്തിലെ ഉൽപാദനത്തെക്കാൾ കുറച്ചുകൂടി നല്ല ഉൽപാദനക്ഷമതയാണ് മഞ്ഞളിന്റെ കാര്യത്തിൽ നമ്മൾ കാണുന്നത്. അപ്പൊ മഞ്ഞള് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് പാലക്കാടാണ്. ഏറ്റവും കൂടുതൽ ഉൽപാദനം ഉള്ളതും പാലക്കാട് നിന്ന് തന്നെയാണ്. അപ്പം ഇതിനു വേണ്ട മണ്ണും കാലാവസ്ഥയും പറയുന്നതിന് മുൻപ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാല്, നമ്മള് ഈ മഞ്ഞൾ കേരളത്തിൽ കൃഷി ചെയ്യുമ്പോൾ മഞ്ഞളിന് പലതരത്തിലുള്ള പ്രോഡക്ട്സ് നമ്മളുണ്ട് എന്ന് പറഞ്ഞു. ഒന്ന് മഞ്ഞൾപ്പൊടിയുണ്ട്, പിന്നെ മഞ്ഞളിന്റെ സത്തും തൈലവും ഉണ്ട്, പിന്നെ മഞ്ഞളുടെ കുർക്കുമിൻ ഇതിനു വേണ്ടി നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോ ഇതെല്ലാം നമ്മൾക്ക് ഒരു മൂല്യവർദ്ധിത ഉൽപ്പന്നമായിട്ടാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവ പലതരത്തിലുള്ള ജോലി മറ്റു ആൾക്കാർക്ക് കൊടുക്കുന്ന ഒരു സംരംഭമായിട്ട് തന്നെയാണ് മഞ്ഞൾ കൃഷി മാറുന്നത്. മഞ്ഞൾ കൃഷി വരുന്നു, അതിന്റെ ഉൽപാദനം കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രോസസ്സിംഗിൽ വരുന്നു. അപ്പോ ഇതൊരു സൂക്ഷ്മ തൊഴിൽ സംരംഭം, പിന്നെ ചെറുകിട തൊഴിൽ സംരംഭമാക്കാം, പിന്നെ ഇവയെ ഒരു ഇടത്തരം തൊഴിൽ സംരംഭമാക്കാം, ഇല്ലെങ്കിൽ ഒരു വലിയ ഒരു തൊഴിൽ സംരംഭമായിട്ട് വരെ ഇതിനെ മാറ്റാവുന്നതാണ്. അപ്പൊ മഞ്ഞൾപ്പൊടി പൊതുവെ ഒരു സൂക്ഷ്മ തലത്തിലുള്ള ഒരു സൂക്ഷ്മ തൊഴിൽ സംരംഭമായിട്ട്, ഒരു മൈക്രോ എന്റർപ്രൈസ് ആയിട്ടാണ് നമ്മൾക്ക് ഇത് തുടങ്ങാവുന്നതാണ്. അപ്പൊ MDH സ്പൈസസ്, എവറസ്റ്റ് സ്പൈസ്, ആച്ചി മസാല ഇവയെല്ലാം മഞ്ഞൾ പൊടി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇവയൊക്കെ തുടങ്ങിയത് തന്നെ ഒരു സൂക്ഷ്മ തൊഴിൽ സംരംഭത്വമായിട്ടാണ് തുടങ്ങിയത്. ഇന്നവ വളരെ ഓട്ടോമാറ്റഡ് മെഷീനൊക്കെ ആയിട്ടുള്ള ഒരു വലിയ ഒരു മീഡിയം ആൻഡ് ലാർജ് സ്കെയിൽ എന്റർപ്രൈസ് ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം മഞ്ഞൾ സത്തും തൈലവും നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് തന്നെ ഒരു വലിയ
സംരംഭമായിട്ട് മാറാം. അതായത് സിന്തൈറ്റ്, യൂണിവേഴ്സൽ ഒലിഗോറസിൻസ്, അർജുന നാച്ചുറൽ എക്സ്ട്രാക്ട്സ്, VD ഫ്ലേവേഴ്സ്, പ്ലാൻ ലിപ്പിഡ്സ്, കോൺകോർ ഇൻഗ്രീഡിയൻസ് എന്നിവയെല്ലാം തന്നെ ഈ മഞ്ഞളിന്റെ സത്തും തൈലവും ഉണ്ടാക്കുന്ന വലിയ കമ്പനികളാണ്. ഇവയൊക്കെ കേരളത്തിൽ തന്നെയാണ്. ആലപ്പുഴയിൽ ചേർത്തലയിലാണ് സിന്തൈറ്റ്, പിന്നീട് മറ്റ് ആലുവയും എറണാകുളത്തും പിന്നെ തൃശ്ശൂരും ഒക്കെ ആയിട്ടാണ് മറ്റ് കമ്പനികൾ ഉള്ളത്. അപ്പം ഇവയെല്ലാം ഉപയോഗിക്കുന്ന ഈ ഇഞ്ചിയല്ല, മഞ്ഞളിന്റെ സത്തും തൈലവും ഉപയോഗിക്കുന്ന പല കമ്പനികളുണ്ട്. നമുക്കറിയാം ഹിന്ദുസ്ഥാൻ ലിവർ, ഗോദ്രേജ്, കോൾഗേറ്റ് പാൽമോലീവ്, ഹെർബൽ പ്രോഡക്ട്സ് മാനുഫാക്ചേഴ്സ് എന്ന് പറയുന്ന ആയുർ ഹെർബൽ ഉണ്ട്, ഡാബർ ഉണ്ട്, ഹിമാലയൻ ഡ്രഗ് കമ്പനികളുണ്ട്. പിന്നെ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന പല ഉൽപാദകരും ഉണ്ട്. നമ്മൾക്കറിയാം ഗാർണിയർ ലാബറട്ടറീസ് ഉണ്ട്. പിന്നെ മരുന്നുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഡോക്ടർ റെഡ്ഡീസ്, സിപ്ല, ഇവരെല്ലാം തന്നെ ഈ മഞ്ഞളുടെ സത്തും തൈലവും അല്ലെങ്കിൽ കുർക്കുമിൻ ഇവയെല്ലാം ഉപയോഗിക്കുന്ന സ്ഥാപനങ്ങളാണ്. ഇപ്പൊ കുർക്കുമിൻ എക്സ്ട്രാക്ട് ചെയ്യുന്ന യൂണിറ്റുകൾ തന്നെ കേരളത്തിലുണ്ട്. അതായത് ഗ്രീൻ നാച്ചുറൽ എക്സ്ട്രാക്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, മാംഗോ നാച്ചുറൽ ഫ്ലേവേഴ്സ് ആൻഡ് എക്സ്ട്രാക്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് കൊറട്ടിയിലുള്ളത് തൃശ്ശൂരില്, പിന്നെ ബ്രാഹ്മിൻ ഫുഡ്സ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ഇടുക്കിയിലുള്ള, നോറ ചാലക്കുടി, പിന്നെ അർജുന നാച്ചുറൽ എക്സ്ട്രാക്ട്സ്, പെലിക്കൻ ബയോടെക് ആൻഡ് കെമിക്കൽ ലാബ് ചേർത്തലയുള്ളത്. ഇവരെല്ലാം കുർക്കുമിൻ എക്സ്ട്രാക്ട് ചെയ്യുന്ന പ്ലാന്റുകളാണ്. അപ്പം നമ്മളുടെ മഞ്ഞൾ കർഷകർക്ക് ഇങ്ങനെയൊക്കെയാണെങ്കിലും മഞ്ഞളിന് വില കിട്ടുന്നത് വളരെ കുറവാണ്. അപ്പൊ കഴിഞ്ഞ വർഷം നമ്മൾ നോക്കിയാലും പല കർഷകർക്കും ഗ്രാമങ്ങളിലുള്ള കർഷകർക്ക് 5 രൂപ തൊട്ട് 25 രൂപ വരെ ഇതിന്റെ വില ഒരുമിച്ചെടുക്കുമ്പോഴത്തേക്കും മൊത്ത വിലയായിട്ട് അവർക്ക് എടുക്കുമ്പോൾ അവർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സാമാന്യം നല്ല ഒരു ശരാശരി 25 രൂപ കിലോയ്ക്ക് പച്ച എന്നുള്ള രീതിയിലാണ് ഈ മഞ്ഞൾ എടുക്കുന്നത്. അപ്പോൾ അത് ഉണങ്ങി കഴിയുമ്പോൾ ഏകദേശം അതൊരു 150 രൂപ കിലോയ്ക്ക്, പിന്നെ അത് പൊടിച്ച് വരുമ്പോൾ ഒരു 200 രൂപ, കയറ്റി അയക്കുവാണെങ്കിൽ ഒരു 380 തൊട്ട് 400 രൂപ കിലോയ്ക്ക് എന്നുള്ള കണക്കിലാണ് ഇത് സാധാരണയായിട്ട് പോകുന്നത്. അപ്പോ ഇതിന്റെ വില കൂടുന്ന, അതായത് കുർക്കുമിൻ ഇതുപോലത്തെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വന്നാലേ മഞ്ഞളിന്റെ വില കൂടുകയുള്ളൂ. അപ്പൊ ഇപ്പൊ കോവിഡ് കാലത്ത് തന്നെ നമ്മൾക്കറിയാം കോവിഡിന്റെ ഇതുമായിട്ട് ഇമ്മ്യൂണിറ്റി, നമ്മളുടെ പ്രതിരോധം ശക്തി കൂടുന്നതിനു വേണ്ടി പല രീതിയിലും മഞ്ഞൾ ഉപയോഗിക്കാം എന്നുള്ള ഒരു ഇത് ആയുർവേദത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ മിൽമ പോലും ഇപ്പോൾ ഗോൾഡൻ മിൽക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാൻ വേണ്ടി പുതിയ ഉൽപ്പന്നങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട്. അതിനകത്ത് മഞ്ഞളൊക്കെ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. മഞ്ഞളും മറ്റ് സ്പൈസുകൾ, ഇഞ്ചി പിന്നെ ഒക്കെ ചേർന്ന ഒരു മിശ്രിതമാണത്. അപ്പോൾ ഇത് പൊതുവെ രോഗം വരുമ്പോൾ, പനി വരുമ്പം അല്ലെങ്കിൽ ജലദോഷം വരുമ്പോൾ പാലിൻ്റെ കൂടെ മഞ്ഞളിട്ട് കുടിക്കുന്ന ഒരു ശീലം നോർത്ത് ഇന്ത്യയിലുള്ള ആൾക്കാർക്കുള്ളതാണ്. അപ്പൊ ഇത് കേരളത്തിൽ ഇപ്പൊ ചെറുതായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അറേബ്യൻ നാട്ടുകളിലെ ആൾക്കാരും ഇത്തരം ശീലങ്ങൾക്ക് ഉണ്ടാകാറുണ്ട് അവർക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ മഞ്ഞളുടെ ഉപഭോഗം ആ രീതിയിലും ഉണ്ടാകാറുണ്ട്. അപ്പോൾ മഞ്ഞൾ എങ്ങനെയൊക്കെയാണ്, ഏത് സ്ഥലങ്ങളിലാണ് കൃഷി ചെയ്യാൻ പറ്റുന്നത്, അതിന്റെ കാലാവസ്ഥ ഏതാണ് എന്നുള്ളത് നമുക്ക് അടുത്തായിട്ട് നോക്കാം. അപ്പോൾ മഞ്ഞൾ കേരളത്തിന്റെ കാലാവസ്ഥയ്ക്ക് വളരെ അനുയോജ്യമാണ്. അതുപോലെ തന്നെ തമിഴ്നാട്ടില് അവിടെ മഴ കുറവാണ്. ആന്ധ്രാപ്രദേശില്, തെലങ്കാനയിലൂടെയൊക്കെ മഴ കുറവുള്ള സ്ഥലങ്ങളാണെങ്കിലും വെള്ളം കൊടുത്ത് കൃഷി ചെയ്യാൻ. മഴ പെയ്യുമ്പോഴുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ മഴ വരുമ്പോൾ മണ്ണ് ഉറഞ്ഞു പോകും. അപ്പം മണ്ണ് യഥാർത്ഥത്തിൽ നല്ല എയറേഷനുള്ള, അതായത് വായുസഞ്ചാരമുള്ള മണ്ണാണ് ഏറ്റവും നല്ലത്. അതായത് പൊടി മണ്ണ് കണക്കിരിക്കുന്ന മണ്ണാണ് ഏറ്റവും നല്ലത് മഞ്ഞളിന്. കാരണം മഞ്ഞളിന്റെ വേരുകൾ പോയി ആ പ്രഗന്ധങ്ങൾ ഉണ്ടാകാൻ യാതൊരു തടസ്സവും കൂടാതെ അതിന് പറ്റണം. അപ്പം മഴ വന്നു കഴിഞ്ഞാൽ പൊതുവെ മണ്ണ് ഏകദേശം നല്ല നീർവാഴ്ച ഇല്ലാത്ത മണ്ണാണെങ്കിൽ അത് ഒത്തിരി നമുക്കറിയാം അടുക്കയായിപ്പോ. അപ്പം പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ നീർവാഴ്ച കുറവും, അപ്പം നമ്മളുടെ ഈ പ്രഗന്ധങ്ങൾ ഉണ്ടാകാനുള്ള ബുദ്ധിമുട്ട് ഒക്കെ ഉണ്ടാകാറുണ്ട്. അപ്പൊ അതുകൊണ്ട് പൊടി മണ്ണ് പോലത്തെ മണ്ണാണ് ഏറ്റവും നല്ലത്. ഏറ്റവും നല്ല നമുക്കറിയാം കാട്ടിലെ മണ്ണ് വളരെ നല്ലതാണ്. അപ്പൊ മഞ്ഞളിന്റെ കറുത്ത മണ്ണാണ് ഏറ്റവും നല്ലത്. മഞ്ഞളിന്റെ വളർച്ചയ്ക്ക് അനുകൂലമായ ഒരു മണ്ണ് എന്ന് പറയുന്നത് നല്ല നീർവാഴ്ചയുള്ളതും വളക്കൂറുള്ളതും പശ്ചിമരാശി മണ്ണുമാണ്. പിന്നെ ഇവയുടെ അമ്ലക്ഷാരാവസ്ഥ എന്ന് പറയുന്നത് 4.5 മുതൽ 7.5 വരെയാണ്. തണലിലും നല്ല വിളവ് തരും എന്നതുകൊണ്ട് ഒരു ഇടവിളയായും നമുക്കറിയാം വീട്ടുവളപ്പിലെ
കൃഷിയുടെ ഒരു ഘടകമായും എല്ലാം മാറും. കേരളത്തിൽ പ്രത്യേകിച്ച് നമുക്കറിയാം തെങ്ങിൻ തോട്ടങ്ങളിൽ, അതുപോലെ തന്നെ കവുങ്ങിൻ തോട്ടങ്ങളിൽ, റബ്ബറിലും ഒക്കെ നമുക്ക് മഞ്ഞൾ നടാവുന്നതാണ്. മഞ്ഞളിന്റെ ഉൽപാദനക്ഷമത കുറയുവാനുള്ള വേറൊരു കാരണം വെച്ചാൽ അതൊരു ഇടവിളയായി കൃഷി ചെയ്യുന്നു എന്ന ഒരു കാരണം കൂടെ കൊണ്ടാണ്. ചൂടുള്ള കാലാവസ്ഥയും ഈർപ്പം നിലനിൽക്കുന്നതുമായ സ്ഥലമാണ് നമുക്ക് അതിനു വേണ്ടി തിരഞ്ഞെടുക്കേണ്ടത്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 1500 മീറ്റർ ഉയരം വരെ മഞ്ഞൾ കൃഷി നടത്താം. അതിന്റെ താപനില എന്ന് പറയുന്ന 20 മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള താപനിലയാണ് ഏറ്റവും അനുയോജ്യം. ശരിയായ വളർച്ചയ്ക്ക് വർഷത്തിൽ ഏകദേശം 1500 മില്ലിമീറ്റർ അതിലധികമോ മഴയുണ്ടായാൽ നല്ലതാണ്. ഏകദേശം അത്രയെങ്കിലും വേണം എന്നുള്ളതാണ്. പക്ഷേ വെള്ളക്കെട്ടുണ്ടാകാൻ സാധ്യതയുള്ളതും ക്ഷാര സ്വഭാവമുള്ളതുമായ മണ്ണുകൾ കൃഷിക്ക് അനുയോജ്യമായി കാണാറില്ല. പിന്നെ ഏതൊക്കെ തരത്തിലുള്ള ഇനങ്ങളാണ് ഇവ കൃഷി ചെയ്യാൻ വേണ്ടത് എന്നുള്ളതാണ്. പ്രധാനപ്പെട്ട ഇനം എന്ന് പറയുന്നത് ഭാരതീയ സുഗന്ധവ്യഞ്ജന കേന്ദ്രത്തിൽ നിന്ന് ഇറക്കിയിട്ടുണ്ട്. കോഴിക്കോട് നിന്നുള്ള ഭാരതീയ സുഗന്ധ വിള ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും കേരള കാർഷിക സർവകലാശാലയിൽ നിന്നും മഞ്ഞളിന്റെ ഇനങ്ങൾ തിരിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ സുവർണ, സുഗുണ, സുദർശന, ആലപ്പി സുപ്രീം, പ്രഭ, പ്രതിഭ, പ്രഗതി എന്നിവ കേന്ദ്ര ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് കോഴിക്കോട് നിന്ന് തിരിച്ചിട്ടുള്ളവയാണ്. അപ്പൊ ഇവയൊക്കെ തന്നെ ഏകദേശം ഇതിൽ സുഗുണ, സുദർശന, സുവർണ ഇവ മൂന്നും ഒരു ഹ്രസ്വകാല വിളയായിട്ടാണ് നമുക്ക് സാധാരണയായിട്ട് കിട്ടുന്നത്. ഏകദേശം സുദർശനയും സുഗുണയും ഒരു 6.5 മാസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് തന്നെ അതിന്റെ ഇലകളൊക്കെ ഉണങ്ങി ഏകദേശം 7 മാസമൊക്കെ ആവുമ്പോൾ ഇത് പാകമായി കിട്ടും നമുക്ക്. അപ്പോ സുഗുണയും സുദർശനയും, തുടർന്ന് സുവർണയും ഏകദേശം ഒരാഴ്ചക്കുള്ളിൽ തന്നെ അതും ഭാഗമായി വരാറുണ്ട്. പക്ഷെ അവയുടെ വിളവ് കുറച്ച് മറ്റു പുതിയ ഇനങ്ങളായ പ്രഭയും പ്രതിഭയൊക്കെ വെച്ച് നോക്കുമ്പോഴേ കുറച്ച് കുറവാണ്. പ്രതിഭയാണ് കർഷകരുടെ ഇടയിൽ ഇപ്പോൾ കൃഷി ചെയ്യാൻ ആൾക്കാർ കൂടുതൽ താല്പര്യം കാണിക്കുന്ന ഒരു ഇനം. അതിന്റെ വിളവ് എന്ന് പറയുന്നത് 39 ടൺ ഒരു ഹെക്ടറിന് എന്ന രീതിയിലാണ്. അവരുടെ കുർക്കുമിൻ കണ്ടന്റ് ഏകദേശം ഒരു 6% കിട്ടുന്നത്. പിന്നെ പ്രഗതി എന്ന് പറഞ്ഞ ഒരു പുതിയ ഇനം ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും വന്നിട്ടുണ്ട്. അത് ഏകദേശം ഒരു 6.5 മാസം കൂടുമ്പോഴത്തേക്ക് അത് നമുക്ക് ഹാർവെസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അതൊരു നല്ല ഇനമായിട്ടാണ് അവിടെ നിന്ന് തിരിച്ചെടുത്തിട്ടുള്ളത്. ഇതൊക്കെയാണ് പ്രഭ, പ്രതിഭ, ആലപ്പി സുപ്രീം, കേദാരം എന്നീ ഇനങ്ങൾ. സുവർണ, സുദർശന, സുഗുണ എന്നീ പറയുന്ന ഇനങ്ങൾ ഞാൻ പറഞ്ഞു ഹ്രസ്വകാല ഇനങ്ങളാണ്. ഏറ്റവും പെട്ടെന്ന് നമുക്ക് വിളവ് തരുന്ന ഇനങ്ങളാണ്. പക്ഷേ മറ്റു വിളവുകളെ അനുസരിച്ച് നോക്കുമ്പോൾ അവയുടെ വിളവ് കുറച്ച് കുറവാണ്. പിന്നെ കാർഷിക സർവകലാശാലയിൽ നിന്ന് ഇറക്കിയിട്ടുള്ള ഇനങ്ങളാണ് വർണ്ണ, സോണ, കാന്തി, ശോഭ എന്നീ ഇനങ്ങൾ. അതിൽ ഈ വർണ്ണ, സോണ, കാന്തി, ശോഭയിൽ കാന്തി എന്ന് പറയുന്ന ഇതെല്ലാം തന്നെ കേരള കാർഷിക സർവകലാശാലയിൽ നിന്ന് ഇറക്കിയിട്ടുള്ള ഇനങ്ങൾ എല്ലാം തന്നെ ഏകദേശം ഒരു 8-9 മാസം ആവുമ്പോഴാണ് സാധാരണയായിട്ട് ഇത് നമ്മൾക്ക് പറിച്ചെടുക്കാൻ പറ്റുന്നത്. ഇതെല്ലാം തന്നെ നല്ല ഇനങ്ങളാണ്. കാന്തി ഇതിൽ ഏറ്റവും മെച്ചപ്പെട്ട ഒരു ഇനം എന്ന് പറയുന്നത് കാന്തിയാണ്. അപ്പൊ കാന്തി നമുക്ക് നല്ല ഒരു ഓറഞ്ച് യെല്ലോ കളറാണ് അവയുടെ പ്രഗന്ധങ്ങൾ കാണുന്നത്. നല്ല ഈൽഡ് തരുന്നതുമാണ്. വിളവ് നല്ലതായിട്ട് തരുന്നുണ്ട്. 37 ടൺ ഒരു ഹെക്ടറിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. അവയുടെ പ്രഗന്ധങ്ങൾ എന്ന് പറയുന്നതും സാമാന്യം വലിയ പ്രഗന്ധങ്ങളാണ്. അപ്പോൾ കാന്തി പ്രതിഭയോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഏറ്റവും നന്നായി കൃഷി ചെയ്യാവുന്ന ഒരു വെറൈറ്റിയാണ് കാന്തി. കാന്തി എത്രത്തോളം കർഷകരുടെ ഇടയ്ക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളത് ഒരു സംശയമാണ്. കേരള കാർഷിക സർവകലാശാലയുടെ തൃശ്ശൂരുള്ള നമ്മളുടെ മണ്ണുത്തി ഫാമിൽ നിന്ന്, അല്ലെങ്കിൽ കാർഷിക സർവകലാശാലയുടെ പ്ലാന്റേഷൻ ഡിപ്പാർട്ട്മെന്റിലെ ഫാമിൽ നിന്നൊക്കെ നിങ്ങൾക്ക് കാന്തി ലഭിക്കുന്നതാണ്. വളരെ നല്ലൊരു ഇനമാണ്. അവയുടെ കുർക്കുമിൻ കണ്ടന്റും പ്രതിഭയേക്കാൾ കുറച്ചുകൂടെ ഉയർന്നതായിട്ടാണ് നമുക്ക് കണ്ടിട്ടുള്ളത്. പിന്നെ നല്ലൊരു ഓറഞ്ച് യെല്ലോ കളറാണ് അവയുടെ പ്രഗന്ധങ്ങൾക്കുള്ളത്. പ്രഗന്ധങ്ങളും സാമാന്യം വലുതാണ്. അപ്പോൾ കർഷകർ അത് മേടിച്ച് കൃഷി ചെയ്ത് നോക്കുന്നത് നന്നായിരിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെയുള്ളത് മേഘമഞ്ഞൾ എന്നുള്ളതാണ്. മേഘമഞ്ഞൾ 1, അതായത് മേഘാലയയിൽ നിന്നുള്ള ലക്കഡോങ് എന്ന് പറയുന്ന ഒരു മഞ്ഞൾ ഇന്ന് ലോകമെമ്പാടും അറിയപ്പെടുന്ന ഒരു മഞ്ഞളാണ്. അവിടുത്തെ ഒരു പ്രത്യേക ജയ്ഷെ മലമുകളിൽ നിന്ന് കൃഷി ചെയ്യുന്ന ഒരു ഇനമാണ് ഇത്, ഈ ലക്കഡോങ് എന്ന് പറയുന്ന മഞ്ഞൾ. ആ മഞ്ഞളിൽ നിന്നും തരംതിരിച്ചെടുത്ത ഒരു വെറൈറ്റിയാണ് മേഘമഞ്ഞൾ 1.
ഇവയുടെ വിളവ് 27 മുതൽ 30 ടൺ ഒരു ഹെക്ടറിൽ നിന്ന് എന്നുള്ള കണക്കിനാണ്. ഏകദേശം 6.8% കുർക്കുമിൻ നമുക്ക് കിട്ടുന്നത്. പക്ഷെ ഇതൊരു 10 മാസമെങ്കിലും സാധാരണഗതിയിൽ ഇത് വിളഞ്ഞു വരുന്നതിന് വേണ്ടി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു നല്ല ഇനമായിട്ടാണ്. ലക്കഡോങ് മഞ്ഞൾ എന്ന് പറഞ്ഞു മറ്റു സ്ഥലങ്ങളിലോട്ട് ഇഷ്ടംപോലെ ഇത് എക്സ്പോർട്ട് ചെയ്തു പോകാറുണ്ട്. പിന്നെ സിംഗ് പീതാംബർ, ഇത് കേന്ദ്ര ഔഷധ സുഗന്ധ തൈല വിളകളുടെ കേന്ദ്രമായ ലക്നൌവിൽ നിന്ന് തിരിച്ചെടുത്ത വെറൈറ്റിയാണ്. ഇത് ഈ അടുത്ത കാലത്ത് ഉണ്ടായ വെറൈറ്റിയാണ്. ഇത് ഏകദേശം ഒരു 6 തൊട്ട് 7 മാസത്തിനുള്ളിൽ തന്നെ പാകമാകുന്നതും ഏറ്റവും വളരെ നല്ല കൂടുതൽ കുർക്കുമിൻ ഉള്ളതുമായിട്ടുള്ള ഒരു വളരെ കുർക്കുമിൻ കൂടുതലും ഉള്ള ഒരു ഇനമായിട്ടാണ് കാണുന്നത്. ഇവയുടെ വിളവ് തന്നെ 60 ടൺ ഒക്കെയാണ് ഉത്പാദനക്ഷമത പറയുന്നത്. 50 ടൺ വരെ പലയിടത്തു നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ സിംഗ് പീതാംബർ ഇത് പക്ഷേ കിട്ടുന്നത് കേന്ദ്ര ഔഷധ സുഗന്ധ തൈല വിളകളുടെ കേന്ദ്രമായ ലക്നൌവിൽ നിന്നാണ്. എന്തെങ്കിലും കർഷകർക്ക് അതിന് താല്പര്യമുണ്ടെങ്കിൽ അവരുമായിട്ട് ലക്നൌവിലെ കേന്ദ്ര ഔഷധ സുഗന്ധ തൈല വിളകളുടെ കേന്ദ്രവുമായിട്ട് ബന്ധപ്പെടുകയാണ് ചെയ്യേണ്ടത്. അതിനൊരു 12.5% കുർക്കുമിൻ എന്നാണ് നിലവിലുള്ള വെറൈറ്റികളിൽ ഏറ്റവും കൂടുതൽ കുർക്കുമിൻ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വെറൈറ്റിയാണ് സിംഗ് പീതാംബർ എന്ന വെറൈറ്റി. അപ്പൊ ഇത് ഇത്രയുമാണ് കർഷകർക്കപ്പോ കൃഷി ചെയ്യാൻ പറ്റിയ ഇനങ്ങൾ. ഇനി അടുത്തതായിട്ട് ഇത് കാർഷിക കോളേജിൽ നിന്നിറക്കിയ വർണ്ണ വെറൈറ്റി, സോണ വെറൈറ്റി, കാന്തിയാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ വളരെ നല്ല വെറൈറ്റിയാണ്. ഇവയുടെ പ്രഗന്ധങ്ങളും ശാഖാപ്രഗന്ധങ്ങളും ഉപപ്രഗന്ധങ്ങളും ഒക്കെ തന്നെ വലുതാണ്, നല്ല ഇനമാണ്. ഏകദേശം നല്ല വിളവ് കിട്ടുകയും ചെയ്യും. ഒരു കിലോയൊക്കെ നമ്മൾക്ക് ഒരു മൂട്ടിൽ നിന്ന് സാധാരണ രീതിയിൽ നോക്കിയാൽ കിട്ടുന്നുണ്ട്. ഇത് ശോഭ ഇനമാണ്. ഇനി എങ്ങനെയാണ് നമ്മൾക്ക് മഞ്ഞൾ കൃഷി ചെയ്യുന്നത് എന്ന് നോക്കാം. മഞ്ഞൾ കൃഷി 2 രീതിയിൽ നമുക്ക് ചെയ്യാം. ജലസേചനത്തെ ആശ്രയിച്ച് ചെയ്യുന്ന കൃഷി രീതിയുമുണ്ട്, പിന്നെ മഴയെ അധിഷ്ഠിതമായി ചെയ്യുന്ന കൃഷി രീതിയുമുണ്ട്. അപ്പോൾ ജലസേചനത്തെ ആശ്രയിച്ച് ചെയ്യുന്ന കൃഷി രീതി ഞാൻ പറഞ്ഞു മറ്റു സംസ്ഥാനങ്ങളിലാണ്. അതായത് കേരളത്തിന് പുറത്ത്, കേരളത്തിൽ പൊതുവെ നമുക്ക് നല്ലപോലെ മഴ കിട്ടുന്നത് കൊണ്ട് മഴയെ അധിഷ്ഠിതമായ കൃഷിയാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് തെലങ്കാന മുതലായ സംസ്ഥാനങ്ങളിൽ അത് ജലസേചന കൃഷിയായിട്ടാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ജാനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിലാണ് അതിനുവേണ്ടി നിലമൊരുക്കുകയും നടുകയും ചെയ്യുന്നത്. അപ്പൊ വെള്ളത്തെ ആശ്രയിച്ച് തരുന്നതിൽ ഇപ്പോൾ പുതുതായിട്ട് അവർ ചെയ്യുന്നത് ഡ്രിപ്പ് ഇറിഗേഷന് വേണ്ടിയുള്ള ഡ്രിപ്പുകൾ ഇടുകയാണ് ചെയ്യുന്നത്. അതേസമയം കേരളത്തിൽ മഴയെ ആശ്രയിച്ച് നമ്മൾ കൃഷി ചെയ്യുന്നത് കൊണ്ട് വേനൽ മഴ ലഭിക്കുന്നതോടുകൂടിയാണ് നമ്മുടെ കൃഷി ആരംഭിക്കുന്നത്. അതായത് ഏപ്രിൽ മാസം ആവുമ്പം ആദ്യഘട്ടത്തിൽ തന്നെ നമുക്ക് ചെറുതായിട്ട് മഴയൊക്കെ ഒന്ന് കിട്ടിത്തുടങ്ങും. അപ്പോൾ 1-2 മഴ കിട്ടി തുടങ്ങിയാൽ നമുക്ക് നിലമൊരുക്കാനായി. അപ്പം നിലമൊരുക്കുന്നതിന് ഏകദേശം 3 മീറ്റർ നീളവും 1.25 തൊട്ട് 1.5 മീറ്റർ വീതിയുമുള്ള തടങ്ങൾ നമ്മൾക്ക് എടുക്കാം. പക്ഷേ 3 മീറ്റർ തന്നെ നീളമുള്ളത് വേണമെന്നില്ല. നമ്മൾക്ക് സൗകര്യം അനുസരിച്ച് നമ്മൾ തെങ്ങിൻ തോപ്പിന്റെ ഇടയ്ക്കാണെങ്കിൽ നമ്മൾക്ക് എത്രയാണോ നീളം കിട്ടുന്നത് അതനുസരിച്ച്. അപ്പം ഏകദേശം ഒരു ബെഡിൽ 4 മഞ്ഞൾ നടുന്ന രീതിയിലായിരിക്കും നമ്മൾ മിക്കവാറും അതിന്റെ വീതി നമ്മൾ കണക്കാക്കുന്നത്. ഓരോ ബെഡുകൾ തമ്മിൽ 40 തൊട്ട് 50 സെന്റിമീറ്റർ വരെ ഇടയകലങ്ങൾ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു ബെഡിൽ ഒരു റോയിൽ ഏകദേശം 4, അതായത് 25 മുതൽ 30 സെന്റിമീറ്റർ ഇടയകലം വേണം. മഞ്ഞളിന്റെ ഇലയ്ക്ക് വീതിയാണ്, ഇഞ്ചി പോലെയല്ല. അതുകൊണ്ട് തന്നെ നല്ല വളർച്ച ഉണ്ടാകുമ്പോഴത്തേക്ക് അത് വളരെ വലുതായിട്ട് വളരുന്നത് കൊണ്ട് തന്നെ 25 മുതൽ 30 സെന്റിമീറ്റർ ഇടയകലമാണ് സാധാരണയായിട്ട് ഇതിന് ഏറ്റവും അഭികാമ്യമായത്. അപ്പം വിവിധ രീതിയിൽ നമുക്ക് ട്രാക്ടർ ഉപയോഗിച്ച് നമുക്ക് ബെഡ് ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. അപ്പൊ വിവിധ തരത്തിലുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു ബെഡ് എടുത്ത് നമുക്ക് കൃഷി ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ചാലുകളും വരമ്പുകളും എടുത്ത് കൃഷി ചെയ്യാം. ചാലുകളും വരമ്പുകളും എടുത്താണ് തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് മുതലായ സംസ്ഥാനങ്ങളിൽ ചെയ്യുന്നത്. പിന്നീട് ഡ്രിപ്പ് ഇടുന്നു, ആ രീതിയിലും ചെയ്യാം. കേരളത്തിലാണെങ്കിൽ അത് ബെഡ് എടുത്താണ് ചെയ്യുന്നത്. ഇത് വളരെ എളുപ്പത്തിൽ, ഇത് ഞാൻ ഫോട്ടോ കാണിക്കുന്നതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാലോ മഞ്ഞളും ഇഞ്ചിയൊക്കെ നടുമ്പോൾ ലേബർ ഏറ്റവും കൂടുതൽ വേണം. നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ഈ കുനിഞ്ഞു നിന്ന് കുഴി കൊത്തുകയും
മഞ്ഞൾ ഇടുന്നത് അല്ലെങ്കിൽ ഇഞ്ചി ഇടുന്നത് ഒരു ബുദ്ധിമുട്ടാണ്. കാരണം ഒത്തിരി നേരം കുനിഞ്ഞു നിന്നിങ്ങനെ കുഴി കുത്തുമ്പോഴത്തേക്ക് അത് കൂടുതൽ ബുദ്ധിമുട്ടായിട്ട് ലേബറേഴ്സിന്, തൊഴിലെടുക്കുന്നവർക്ക് ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ട്, തൊഴിലാളികൾക്കെല്ലാം. അപ്പോൾ നമ്മളൊക്കെ ചില ഇതിപ്പോൾ നോക്കിയാൽ ആന്ധ്രയിൽ അവർ ഉപയോഗിക്കുന്ന കുഴി കുത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു തടിയും അതിൻ്റെ ചുറ്റുമുള്ള ഇതാണ്. അപ്പൊ ഇത് നിന്നുകൊണ്ട് വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് 4 കുഴികൾ കുത്തി, ഒരു ബെഡിനകത്ത് 4 കുഴിയുണ്ടെങ്കിൽ കുഴികൾ കുത്തി പോകാവുന്നതാണ്. ഇല്ലെങ്കിൽ ഒരു കമ്പ് കൊണ്ടായാലും നമ്മൾ ചിലപ്പോൾ നീളമുള്ള കമ്പാണെങ്കിൽ നമ്മൾക്ക് പ്രശ്നമില്ല, കുനിയണ്ട. അപ്പം വെച്ചാൽ കുനിഞ്ഞ് ഒത്തിരി നേരം നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നമ്മളുടെ തൊഴിലിന്റെ ക്ഷമതയെ അത് കൂടുതലായിട്ട് ബാധിക്കാറുണ്ട്. അതുകൊണ്ട് ഇത്തരം ഒരു എളുപ്പത്തിലുള്ള ഒരു സ്ട്രക്ചറാണ് ഈ തടി കൊണ്ടുള്ളത്. ഇത് വെച്ച് കുഴി കുത്തി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇടാവുന്നതാണ്. അപ്പം മഞ്ഞളിന് കുഴി നമ്മൾ ബെഡ് എടുക്കുമ്പോൾ തന്നെ നമ്മൾ സാധാരണയായിട്ട് ഈ ബെഡിൽ കൂടുതലായിട്ട് ആദ്യം നിലം ഒരുക്കുമ്പോൾ തന്നെ pH വളരെ കുറവാണെങ്കിൽ സാധാരണയായിട്ട് മഞ്ഞളിന് ഇഞ്ചിക്ക് ഒരു 5.5 pH വരെ സഹിക്കുവാനുള്ള, അമ്ലത്വം സഹിക്കുവാനുള്ള ഒരു കഴിവുണ്ട്. മഞ്ഞള് 6 വരെ എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയുന്നത്. അപ്പൊ 6-ന് താഴെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കുമ്മായം ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പൊ നിലം ഒരുക്കുമ്പോൾ തന്നെ കുമ്മായം ഇടാറുണ്ട്. കുമ്മായം ഇട്ട് ഏകദേശം ഒരു ഏക്കറിന് 400 കിലോ എന്നുള്ളതാണ് കണക്ക്. അപ്പം കുമ്മായം ഇട്ട് ഒരു 3 ആഴ്ചയൊക്കെ കഴിഞ്ഞിട്ടാണ് സാധാരണയായിട്ട് നമ്മൾ നടുന്നതിന്, ബെഡ് എടുത്ത് നടുന്നതിന്റെ ഇതിലോട്ട് പോകുന്നത്. അപ്പൊ ബെഡ് എടുത്ത് നടുമ്പോഴത്തേക്കും അതില് നമുക്ക് ചാണകപ്പൊടി ബെഡിൽ തന്നെ ഇടാം. ഏകദേശം 40 ടണ്ണാണ് ഒരു ഹെക്ടറിന് നമ്മൾ പറയുന്ന ചാണകപ്പൊടി. അത് ഒരു 3x1.2 ഉള്ള ബെഡ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് ഏകദേശം 18 കിലോ ചാണകപ്പൊടി വേണം എന്നുള്ളതാണ്. അപ്പൊ മഞ്ഞളിന് പൊതുവേ രോഗകീടങ്ങൾ കുറവാണ്. രോഗകീടങ്ങൾ കുറവാണ് എന്ന് പറഞ്ഞാലും കീടം, തണ്ടുതുരപ്പൻ അവയെ ആക്രമിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പൊതുവേ രോഗങ്ങൾ കുറവാണ്. അപ്പോൾ അങ്ങനെ ഒരു അഴുകൽ, പ്രത്യേകിച്ച് നല്ലപോലെ മഴവെള്ളം കെട്ടി നിൽക്കുകയാണെങ്കിൽ മാത്രമേ അഴുകൽ ഉണ്ടാകാറുള്ളൂ. ആ അഴുകൽ ഉണ്ടാകുന്ന കൂടുതൽ ഈ തണ്ടുതുരപ്പൻ ആക്രമണം വരുന്ന ചെടികളിലാണ് അഴുകൽ കാണുന്നതും. അതുകൊണ്ട് അത് ഒരു അഴുകൽ രോഗം പൊതുവെ നമ്മൾ കാണുന്നില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ട്രൈക്കോഡെർമ മിക്സ് ചെയ്ത് ചാണകപ്പൊടി കൊടുക്കണമെന്ന് ഇല്ല. അപ്പൊ ഭയങ്കരമായിട്ട് മഴയുള്ള സ്ഥലവും കൂടുതലായിട്ട് വെള്ളക്കെട്ടുമുള്ള സ്ഥലമാണെങ്കിൽ മാത്രം നമ്മൾ ട്രൈക്കോഡെർമ മിക്സ് ചെയ്ത് സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടിയും വേപ്പിൻ പിണ്ണാക്കും കൂടെ ചേർന്നത് നമുക്ക് കൊടുക്കാം. ഇല്ലെങ്കിൽ നമ്മൾക്ക് സാധാരണ ചാണകപ്പൊടി കൊടുത്താലും മഞ്ഞളിന് പ്രശ്നമില്ല. കാരണം അങ്ങനെ ഒരു രോഗം പൊതുവെ വരുന്നതായിട്ട് കാണാറില്ല. പിന്നെ രോഗം വരുന്നതായി മഞ്ഞൾ ചീഞ്ഞു പോകുന്നതുമായിട്ട് നമ്മൾ കാണുകയാണെങ്കിൽ നമുക്ക് സ്യൂഡോമോണാസ് അങ്ങനെയുള്ള ഒരു സാഹചര്യമാണ് വരുന്നതെങ്കിൽ സ്യൂഡോമോണാസിൽ മുക്കി വെച്ച, അതായത് 20 ഗ്രാം 1 ലിറ്റർ എന്ന കണക്കിനുള്ള സ്യൂഡോമോണാസ് ലൈനി ഉണ്ടാക്കി അതിനകത്ത് ഒരു അരമണിക്കൂർ മുക്കി വെച്ചിട്ട് അവ വാർത്ത് വെച്ച് കുറച്ച് നേരം അതിൽ പിടിച്ചത് ഉണങ്ങിയതിന് ശേഷം നമുക്ക് നടാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാവുന്നത് കോപ്പർ ഓക്സിക്ലോറൈഡ് 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ അതിനകത്ത് മുക്കി വെച്ച് അരമണിക്കൂർ അല്ലെങ്കിൽ 20 മിനിറ്റ് മുക്കി വെച്ചതിന് ശേഷം എടുത്ത് നടാവുന്നതാണ്. അപ്പം ഈ നടാൻ ഉപയോഗിക്കുന്ന പ്രഗന്ധങ്ങൾ എന്ന് പറയുന്നത് ഏകദേശം 20 മുതൽ 25 ഗ്രാം വരെയുള്ള പ്രഗന്ധങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷേ നമുക്കറിയാം ഈ മഞ്ഞളിന് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം, ഞാൻ പറഞ്ഞു, തൊഴിലാളികളെ ഉപയോഗിച്ച് ചെയ്യുന്നതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ചെലവേറിയതുമായ കാര്യങ്ങൾ. അപ്പോൾ മഞ്ഞളിന്റെ ഈ മാതൃ പ്രഗന്ധങ്ങളുണ്ടല്ലോ, അതായത് മഞ്ഞളിന്റെ ഇഞ്ചി പോലെയല്ല, മഞ്ഞളിന്റെ പ്രഗന്ധങ്ങൾ എന്ന് പറയുമ്പോൾ ആദ്യം വരുന്ന ടില്ലറിന്റെ ബേസിൽ നിന്നും നമ്മൾക്കറിയാം, ടില്ലറിന്റെ ബേസിൽ നിന്ന് മാതൃപ്രഗന്ധങ്ങൾ ഉണ്ടാവും. ആ ചിനപ്പുകളുടെ അടിഭാഗത്ത് നിന്നുണ്ടാകുന്ന ഈ മാതൃപ്രഗന്ധങ്ങൾ ബൾബ് എന്നാണ് നമ്മൾ പറയുന്നത്, മദർ ബൾബ് എന്ന് പറയും. ഈ മാതൃപ്രഗന്ധങ്ങൾ ചിലതിനകത്ത് 2 കാണും, ചിലതിനകത്ത് 3 കാണും. അപ്പോൾ ഇവയ്ക്ക് നിറയെ വേരുകളാണ്. അപ്പൊ ഇത് എടുത്ത് നമ്മൾ വേരൊക്കെ വൃത്തിയാക്കി വേരെല്ലാം കളഞ്ഞ അതിനെ ഉണക്കി പൊടിക്കുക പൊതുവെ കർഷകർക്ക് ബുദ്ധിമുട്ടാണ്. കർഷകർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ മാതൃപ്രഗന്ധങ്ങളെ നമ്മൾ എത്ര പറഞ്ഞാലും നമ്മൾക്ക് മറ്റു പ്രഗന്ധങ്ങൾ, ശാഖാപ്രഗന്ധങ്ങൾ, ഉപശാഖാപ്രഗന്ധങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ശാഖാപ്രഗന്ധങ്ങൾ എടുത്താൽ മതി എന്ന് നമ്മൾ പറയുകയാണെങ്കിലും പൊതുവെ കർഷകർ ശാഖാപ്രഗന്ധങ്ങൾ, ഉപശാഖാപ്രഗന്ധങ്ങളെല്ലാം വേവിച്ച് മഞ്ഞൾപ്പൊടിയാക്കുകയും ഈ മാതൃപ്രഗന്ധങ്ങളാണ് പൊതുവെ അവര് കൂടുതലായിട്ട് നടാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വേരാണ് അതിന്റെ പ്രശ്നം. വേരെടുത്ത് മാറ്റി എടുക്കുക എന്നുള്ളത് ഒരു വലിയ പാടാണ്. അതേസമയം നമ്മളതൊരു സീഡായിട്ട് ഉപയോഗിക്കും, വിത്തായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ
നമ്മളിത് വിളവെടുത്തതിന് ശേഷം നമ്മൾ മാറ്റി കൂട്ടിയിട്ടിട്ട് ഒരു തണൽ കൊണ്ട് മൂടുകയൊക്കെയാണ് സാധാരണഗതിയിൽ ചെയ്യുന്നത്. ലാർജ് സ്കെയിലുണ്ടെങ്കിൽ നമുക്ക് ഒരു കുഴിയെടുത്ത് കുഴിക്കകത്ത് മണ്ണ് ചെളിയും ചാണകവും വെച്ച് നമുക്ക് അതിൻ്റെ സൈഡൊക്കെ അടച്ചതിന് ശേഷം അതിനകത്ത് താഴെ മണലോ അല്ലെങ്കിൽ നമ്മളുടെ അറക്കപ്പൊടിയോ ഇട്ടതിന് ശേഷം അതിൻ്റെ പുറത്ത് നമുക്ക് ഈ മഞ്ഞൾ അടുക്കി വെക്കാവുന്നതാണ്. ഈ പറിച്ചതിന് ശേഷം ഈ മഞ്ഞളിനെ നമ്മൾ കോപ്പർ ഓക്സിക്ലോറൈഡിൽ മുക്കി കുറച്ച് നേരം ഉണങ്ങിയതിന് ശേഷമാണ് ഈ കുഴികളിൽ നിക്ഷേപിക്കുന്നത്. എന്നിട്ട് ഇത് കുഴിയെ മൂടി വെക്കാൻ നമുക്ക് ചെയ്യാം. പക്ഷേ അല്ലെങ്കിൽ സാധാരണയായിട്ട് ചിലപ്പോൾ കർഷകർ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ അവര് ഇത് മൂടിയിട്ടേക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ മാതൃപ്രഗന്ധങ്ങളാണ് ഇതിനു വേണ്ടി ഇട്ടേക്കുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ മാതൃപ്രഗന്ധങ്ങളിൽ നിന്ന് ഈ വേരുകൾ എടുത്ത് മാറ്റി എടുക്കാനായിട്ട് കൂടുതലായിട്ട് തൊഴിലാളികൾ വേണം എന്നുള്ളത് കൊണ്ട് ഇവരത് കൂട്ടിയിട്ടേക്കുന്നു. കുറച്ച് 3-4 മാസം കഴിയുമ്പോൾ നടാറാവുമ്പോഴത്തേക്ക് ഇതിന്റെ വേരൊക്കെ അങ്ങ് പൊടിഞ്ഞ് അതങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് മുകുളങ്ങൾ വരികയും ചെയ്യും. അപ്പൊ അത് വളരെ കാര്യക്ഷമമായി അവർക്ക് ഉപയോഗിക്കാനും പറ്റുന്നുണ്ട്. അപ്പൊ ഏകദേശം 30 മുതൽ 35-40 ഗ്രാം വരെയൊക്കെയാണ് മാതൃപ്രബന്ധങ്ങളുടെ വെയിറ്റ് വരുന്നത്. സാധാരണഗതിയിൽ നമ്മൾ പറയുന്നത് ഒരു 20 മുതൽ 25 ഗ്രാം ഉള്ള കൊച്ചു പ്രഗന്ധങ്ങൾ മതി എന്നുള്ളതാണ്. ഇപ്പം ഇത് ചെറുകിട കർഷകർക്ക് ചെയ്യുമ്പോൾ മഞ്ഞളിന്റെ വിത്ത് ഇല്ല എന്ന് പറയുമ്പോൾ നമ്മൾ 20 മുതൽ 25 ഗ്രാം ഉള്ളതൊക്കെ കർഷകർ എടുക്കാറുണ്ട്. പക്ഷെ അല്ലാത്ത സമയത്ത് ഇഷ്ടംപോലെ മാതൃപ്രഗന്ധങ്ങളുണ്ട്, അവ എടുക്കുന്നില്ല എന്ന് വരുമ്പോൾ കർഷകർ ലേബർ ഉപയോഗിക്കാനുള്ള ബുദ്ധിമുട്ടും കാരണം ചില സമയങ്ങളിൽ മാതൃപ്രഗന്ധങ്ങൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഈ മാതൃപ്രഗന്ധങ്ങളെ നമ്മൾക്ക് മുറിച്ചിട്ട് അവയെ പകുതിയായിട്ട് അതിനകത്ത് ഒരു 6 മുതൽ 8 വരെ ബഡ്സുകളും മുകുളങ്ങളാണ് ഉണ്ടാകാറുള്ളത്. അവയെ പകുതിയാക്കിയതിന് ശേഷമോ 4 ആക്കിയതിന് ശേഷമോ ഒക്കെ മുകുളങ്ങൾ 2 ഉള്ള രീതിയിലാക്കിയതിന് ശേഷവും നമ്മൾക്ക് നടാവുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് ചാലുകളും വരികളും വരമ്പുകളും എടുത്ത് നമുക്ക് നടാം, അല്ലെങ്കിൽ നമുക്ക് ബെഡുകൾ എടുത്ത് നടാം. ചാലുകളും വരമ്പുകളും എടുത്ത് നടുന്നതിൽ 45 മുതൽ 60 സെന്റിമീറ്റർ വരെയും ചെടികൾ തമ്മിൽ അകലവും 25 മുതൽ 30 സെന്റിമീറ്റർ ചെടികൾ തമ്മിലുള്ള അകലവും നിരകൾ തമ്മിൽ 45 മുതൽ 60 സെന്റിമീറ്റർ വരെയുമാണ് നിരകൾ തമ്മിലുള്ള അകലവും പാലിക്കാറുള്ളത് ചാലുകളിലും വരമ്പുകളിലുമായിട്ട് കൃഷി ചെയ്യുമ്പോഴത്തേക്ക്. അതാണ്, അതായത് 2 വരമ്പുകൾ തമ്മിൽ 45 മുതൽ 60 സെന്റിമീറ്ററും 2 ചെടികൾ തമ്മിൽ 30 സെന്റിമീറ്റർ ഇടയകലത്തിൽ നമ്മൾക്ക് നടാവുന്നതാണ്. പിന്നെ ഇതൊരു ത്രികോണാകൃതിയിൽ നമ്മൾക്ക് നടാവുന്നതാണ്. ഇപ്പൊ 75 സെന്റിമീറ്റർ ഉള്ള വരമ്പുകൾ എടുക്കുവാണെങ്കിൽ 2 റോ ആയിട്ട് നമുക്ക് നടാം. അതിൽ ഒരു റോ 30 ഓരോ ചെടികൾ തമ്മിൽ 30 സെന്റിമീറ്റർ ഇടയകലത്തിലാണ് നടുന്നത്. ത്രികോണാകൃതിയിലുള്ള നടലും കൂടുതൽ വിളവ് തരുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ മാതൃപ്രഗന്ധങ്ങളും ലഘുപ്രഗന്ധങ്ങളും ഒക്കെ നടാൻ ഉപയോഗിക്കാമെന്ന് ഞാൻ പറഞ്ഞു. നല്ല മഴയത്തും നല്ല മുഴുത്തതും രോഗബാധ ഇല്ലാത്തതുമായ വിത്തുകളാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. കോപ്പർ ഓക്സിക്ലോറൈഡ് 2 ഗ്രാമോ 3 ഗ്രാമോ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം അതിൽ അരമണിക്കൂർ മുക്കി വെച്ച് അത് കഴിഞ്ഞതിന് ശേഷം അവയെടുത്ത് നമുക്ക് ഉണക്കാനിടാം. ചെറുതായിട്ട് അതിലെ വെള്ളമൊക്കെ വെറ്റി ഉണങ്ങി കഴിയുമ്പോൾ അവ കുഴികളിൽ നമുക്ക് ശേഖരിച്ച് വെക്കാം. പിന്നെ അടുത്ത ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ഇത് നടാൻ വേണ്ടി എടുക്കുന്നത്. നടാൻ എടുക്കുമ്പോൾ നമ്മൾക്ക് രോഗബാധയൊക്കെ ഉള്ള സ്ഥലങ്ങളാണെങ്കിൽ പൊതുവെ സൂഡോമോണാസിൽ മുക്കി വെച്ചതിന് ശേഷം നമ്മൾക്ക് ബെഡുകളിൽ ട്രൈക്കോഡെർമ സമ്പുഷ്ടീകരിച്ച ചാണകം വേപ്പിൻ പിണ്ണാക്കും കൂടെയുള്ള മിശ്രിതമാണ് ഇട്ടിരിക്കുന്നതെങ്കിൽ അങ്ങനെ നമുക്ക് നടാം. ഇല്ലെങ്കിൽ ചാണകപ്പൊടി മാത്രമായിട്ട് നടാം. കാരണം സാധാരണയായിട്ട് വലിയ രീതിയിൽ ഒരു ചീയൽ ഇതിന് കാണാത്തത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പൊ ട്രൈക്കോഡെർമയൊക്കെ കിട്ടിയില്ലെങ്കിലും നമ്മളത് വിഷമിക്കേണ്ട കാര്യമില്ല. മഞ്ഞളിന് വലിയൊരു രോഗബാധയൊന്നും അങ്ങനെ ഉണ്ടാകാറില്ല. ഇഞ്ചിക്കാണെങ്കിൽ നമുക്ക് സ്യൂഡോമോണാസ് മുക്കി നടുന്നതാണ്. ട്രൈക്കോഡെർമയും വളരെ അത്യാവശ്യമാണ്. മഞ്ഞളിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പ്രശ്നം സാധാരണഗതിയിൽ വരുന്നില്ല. പിന്നെ മഞ്ഞളിന് നമ്മൾക്ക് വിത്ത് അധികം ഇല്ല എങ്കിൽ നമ്മൾക്ക് ഒറ്റ മുകുളങ്ങളുള്ള വിത്തും നമുക്ക് നടാവുന്നതാണ്. പോട്രേയിലൂടെ ഏകദേശം 5 തൊട്ട് 7-7.5 ഗ്രാം വരെയുള്ള കഷ്ണങ്ങളാക്കി അവയെ സ്യൂഡോമോണാസ് ലായനിയിൽ മുക്കിയതിന് ശേഷം പോട്രേയിൽ നമ്മൾ നടുകയാണ്. പോട്രേയുടെ മിക്സ്ചർ ഉണ്ടാക്കാൻ 3:1, അതായത് 3 പാർട്ട് വെർമി കമ്പോസ്റ്റ് എങ്കിൽ 1 പാർട്ട് 3 പാർട്ട് കൊയർപിത്തും 1 പാർട്ട് വെർമി കമ്പോസ്റ്റും കൂടെയുള്ള രീതിയിൽ 1 കിലോഗ്രാമിന് 10 ഗ്രാം ട്രൈക്കോഡെർമയും കൂടെ ചേർത്ത് നമ്മൾക്ക് പോട്രേയിൽ നടാം. എന്നിട്ട് തണലത്ത് നമുക്ക് വെച്ചേക്കാം. 1 മാസമൊക്കെ കഴിയുമ്പോൾ അത് ഏകദേശം ഇങ്ങനെയാവും. 1-1.5 മാസം പ്രായമായ തൈകളാണ്.
1.5 മാസം പ്രായമായ തൈകളെ നമുക്ക് നേരെ മണ്ണിലോട്ട് ഫീൽഡിലോട്ട് നടാവുന്നതാണ്. അപ്പൊ ഇതിനു വേണ്ടി നിലമൊരുക്കുന്നു, അത് നടുന്നു, നട്ടതിന് ശേഷം പൊതയിടുന്നു. ഇതൊക്കെയാണ് അതിന്റെ ആദ്യകാല ചെയ്യുന്ന പ്രവൃത്തികൾ. പോളി ബാഗുകളിലും നമുക്ക് നടാവുന്നതാണ്. ഒരു ബാഗിനകത്ത് 2 എണ്ണം വെച്ച് നമുക്ക് നടാവുന്നതാണ്. 30 സെന്റിമീറ്റർ വീതിയുള്ള ഡയമീറ്ററുള്ള ബാഗുകളാണവ. ഇതാണ് ഞാൻ പറഞ്ഞത്, ചാലുകളിലും വരമ്പുകളിലുമായിട്ട് നടുന്നത്. ഇടയകലം പറഞ്ഞാണ്. വളപ്രയോഗം 1 ഏക്കറിന് 16 ടൺ എന്ന തോതിൽ ഉണങ്ങിയ ചാണകപ്പൊടിയോ കമ്പോസ്റ്റോ ഒക്കെ നമുക്ക് ഇടാവുന്നതാണ്. നമ്മൾക്ക് ഉള്ള വളം അനുസരിച്ച് ഇടാം. അപ്പോൾ അതായത് 1 ഹെക്ടറിന് 40 ടൺ എന്നാണ് കണക്ക്. അപ്പോൾ 1 ഏക്കറിന് ഏകദേശം നമ്മൾ നോക്കുകയാണെങ്കിൽ മൊത്തം 30 കിലോഗ്രാം യൂറിയ, 60 കിലോഗ്രാം മസൂരി ഫോസ് അല്ലെങ്കിൽ രാജ്ഫോസ്, 40 കിലോഗ്രാം മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ് എന്നിവയാണ് നമ്മൾ സാധാരണയായിട്ട് വേണ്ടത്. അപ്പൊ ആദ്യം അടിവളമായിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ നിലം ഒരുക്കുമ്പോഴത്തേക്ക് ചാണകപ്പൊടി ഇട്ടാണ് നമ്മൾ നിലം ഒരുക്കുന്നത്. 1 ഏക്കറിന് 16 ടൺ എന്ന കണക്കിന്. പിന്നെ 60 കിലോഗ്രാം മസൂരി ഫോസ് അല്ലെങ്കിൽ രാജ്ഫോസും കൂടെ അപ്പോൾ തന്നെ ആ ബെഡിൽ നമ്മൾ ഇടുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം 1 മാസം കഴിയുമ്പോൾ 20 കിലോഗ്രാം യൂറിയയും 20 കിലോഗ്രാം മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷും ഇടും. അതുപോലെ 2ാമത്തെ മാസം ആകുമ്പോഴത്തേക്ക് വീണ്ടും 10 കിലോഗ്രാം യൂറിയയും 20 കിലോഗ്രാം മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ്. ഇത് 1 ഏക്കറിന്റെ കണക്കാണ് ഞാൻ പറയുന്നത്. ഇപ്പോ ഇത് വളരെ കുറവാണ്. നമ്മളൊരു ബെഡിൽ ഇങ്ങനെ എടുത്തു നോക്കുമ്പോഴത്തേക്ക് നമ്മളുടെ വളപ്രയോഗം വളരെ കുറവാണ്. അപ്പൊ മഞ്ഞളുടെ ഉൽപാദന ക്ഷമത വളരെ കുറവാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ വളപ്രയോഗം സാധാരണയായിട്ട് മഞ്ഞൾ നന്നായിട്ട് വളം കൊടുക്കുന്നതനുസരിച്ച് അവയുടെ വിളവും കൂടുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോ മഞ്ഞള് 40 ടൺ 1 ഹെക്ടറിന് നമ്മൾ കൂടുതൽ ചാണകപ്പൊടി ജൈവ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ തന്നെ നമ്മളിപ്പോ എന്നാൽ സാധാരണയായിട്ട് വലിയ ഒരു വളക്കൂറില്ലാത്ത മണ്ണാണെങ്കിൽ നമ്മൾ ഏകദേശം ഒരു ബെഡിന് ഒരു 200 ഗ്രാം ഈ വളങ്ങളാണ് സാധാരണയായിട്ട് നമ്മൾ വളക്കൂറ് അധികം ഇല്ലാത്ത മണ്ണുകൾക്ക് കൊടുക്കുന്നത്. അതായത് 1/2 കിലോ യൂറിയ, പിന്നെ 1/2 കിലോ മസൂരി ഫോസ്, പിന്നെ 1 കിലോ മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ് ഒരു ബെഡിന് 3x1.2 ഉള്ള ഒരു ബെഡിന് 200 ഗ്രാം. അപ്പം അല്ല നമ്മുടെ 200 ഗ്രാം, 1/2 കിലോ എന്നല്ല ഞാൻ പറഞ്ഞത്. അതായത് 50 ഗ്രാം 50 ഗ്രാം പിന്നീട് 100 ഗ്രാം, 50 ഗ്രാം യൂറിയ, 50 ഗ്രാം മസൂരി ഫോസ്, പിന്നീട് 100 ഗ്രാം മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ് ഒരു ബെഡിന് എന്ന കണക്കിന് വളക്കൂറ് അധികം ഇല്ലാത്ത മണ്ണിന് നമ്മൾ കൊടുക്കും. നമുക്ക് നല്ല വിളവ് കിട്ടുന്നതായിട്ട് കാണും. ഏകദേശം ഒരു ബെഡിൽ ഒരു 48 തൈകളെങ്കിലും നമുക്ക് കാണുന്നതായിട്ട് കാണും. ഇതാണ് അതിന്റെ കണക്ക്. അപ്പോൾ ഒരു ബെഡിലിടുന്ന ചാണകപ്പൊടി എന്ന് പറയുന്ന ഏകദേശം ഒരു 18 കിലോ ചാണകപ്പൊടിയെങ്കിലും ഏകദേശം നമ്മൾ നിലം ഒരുക്കുന്ന സമയത്ത് കൊടുക്കും. അപ്പോൾ മഞ്ഞളിന് നമുക്കറിയാം ഏറ്റവും കൂടുതൽ മഞ്ഞള് ഒരുവിധം ഷെയ്ഡിൽ, അതായത് തണലത്തം വരുന്ന ഒരു ചെടിയാണ്. ഒരു 25% ഷെയ്ഡിലൊക്കെ നല്ലപോലെ വളരുന്ന ഒരു ചെടിയാണ്. അപ്പൊ നട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഉടനെ അതിനെ പച്ചില കൊണ്ട് പുതയിടുന്നുണ്ട്. അത് ഒരു ബെഡ് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 12 കിലോ ഒരു ബെഡിന് നമ്മൾ പച്ചില വെച്ച് ഇടും. നമുക്കത് കൊന്നയുടേതാവാം, പലതരത്തിലുള്ള പച്ചില എന്താണോ നമ്മൾക്ക് ഉള്ളത് അത് കഴിയുന്നതും അത് കൊടുക്കുക. ഏറ്റവും കൂടുതലുള്ള പുതയിടാനുള്ളത് എന്താണ് നമ്മളുടെ ഫീൽഡിലുള്ളത് അത് കൊടുക്കുക. അതിനുശേഷം ഒരു 50 ദിവസം കഴിയുമ്പോൾ അടുത്ത്. ഇപ്പൊ മൊത്തമാണ് ഞാൻ പറഞ്ഞ ഒരു ബെഡിന് 12 കിലോ എന്നുള്ളത്. അപ്പോൾ അത് ആദ്യം നട്ട ഉടനെ ഒരു 6 കിലോ കൊടുക്കുന്നു. പിന്നീട് ഒരു 50 ദിവസം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു 6 കിലോയും കൂടെ കൊടുക്കുന്നു. ഓക്കെ. അപ്പം ഇപ്പൊ നമ്മൾ ഒരു ഹെക്ടറിന്റെ കണക്കാണെങ്കിൽ ആദ്യം നമ്മൾ ഒരു ഹെക്ടറിന് 15 ടൺ നടുമ്പം കൊടുക്കുന്നു. പിന്നീട് ഏകദേശം ഒരു 50 ദിവസം ആകുമ്പോൾ വീണ്ടും ഒരു 15 ടൺ കൊടുക്കുന്നു. അപ്പോൾ അപ്പൊ പുതയിട്ട് കഴിഞ്ഞിട്ട് നമുക്കറിയാം ഈ മഴക്കാലത്താണ് നമ്മൾ മഞ്ഞൾ നടുന്നത്. അപ്പോൾ അതിന്റെ കൂട്ടി തന്നെ നല്ലപോലെ കളകളും വരാറുണ്ട്. നട്ട് ഏകദേശം ഒരു 1.5-2 മാസം ഒരു 2 മാസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമുക്കറിയാം കളകൾ ഇഷ്ടംപോലെ പൊടിച്ചു തുടങ്ങും. അപ്പോൾ ഈ കളകൾ പൊടിച്ചു തുടങ്ങുമ്പോഴത്തേക്ക് പൊതുവേ നമ്മൾ വളം ഇടുമ്പോഴത്തേക്ക് കളകൾ പറിച്ചിട്ട് വളം ഇട്ട് മണ്ണും കൂടെ കൂട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം മഴയൊക്കെ കൂടുതലായിട്ട് വരുമ്പോൾ അതിൻ്റെ പ്രഗന്ധങ്ങൾ വരുമ്പോൾ പുറത്തോട്ട് കാണുന്നെങ്കിൽ നമ്മൾ അതിൻ്റെ കളകളെല്ലാം നീക്കിയതിന് ശേഷം മണ്ണ് നീക്കിയിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇത് ഏകദേശം നട്ട് ഒരു 3 മാസം 4 മാസം 5 മാസം കാലയളവിൽ ഒരു 3 പ്രാവശ്യമെങ്കിലും സാധാരണയായിട്ട് മഞ്ഞളിന് കളയെടുപ്പ് നടത്തേണ്ടതായിട്ട് വരുന്നുണ്ട്.
അപ്പം ഓരോ പ്രാവശ്യവും നമ്മൾ കളയെടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ കൂട്ടത്തിൽ മണ്ണും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. മണ്ണ് കോരി ഇട്ട് കൊടുക്കും. പിന്നെ മണ്ണ് ഉറച്ചു പോകാതിരിക്കുന്നതാണ് നല്ലത് ഏറ്റവും. അപ്പൊ കൂടുതൽ പുതയിടുന്നത് മണ്ണ് ഉറയ്ക്കാതിരിക്കുവാനുള്ള ഒരു സംരക്ഷണമായിട്ട് വരും. ഇനി അടുത്തതിന് വരുന്ന രോഗകീടങ്ങളെ കുറിച്ച് നമുക്ക് നോക്കാം. പറഞ്ഞു മഞ്ഞളിൽ സാധാരണയായിട്ട് വലിയ രീതിയിൽ ഒരു രോഗകീടങ്ങൾ വരുന്നതായിട്ട് നമ്മൾ കാണാറില്ല. അതുകൊണ്ട് തന്നെ പക്ഷേ എന്നാൽ കീടങ്ങൾ മഞ്ഞളിനെ ചെറുതായിട്ട് ആക്രമിക്കുന്നവരാണ്, പ്രത്യേകിച്ച് തണ്ടുതുരപ്പൻ. അപ്പൊ തണ്ടുതുരപ്പൻ നമുക്കറിയാം, അതിന്റെ പുറത്ത് നമ്മൾ കാണുന്ന ലക്ഷണം എന്ന് പറയുന്നത് നടുക്കത്തെ ഇല മഞ്ഞളിച്ച് പോകുന്നതായിട്ട്, പിന്നെ മഴയൊക്കെ ആണെങ്കിൽ അത് കരിയുന്നത്, അത് അഴുകുന്നതുമായിട്ടാണ്. അതെടുത്ത് നോക്കുമ്പോഴത്തേക്ക് അതിന്റെ തണ്ടിന്റെ അടിഭാഗത്ത് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് താഴെയായിട്ട് നമുക്ക് കാണാൻ ഇതുപോലെ തണ്ട് തുരന്നിരിക്കുന്നതായിട്ട് കാണാം. അപ്പം ഇത്തരം ഇത് കണ്ട ഉടനെ ഇതിന് ഏകദേശം ഈ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ് ഇത് സാധാരണയായിട്ട് കാണുന്നത്. അപ്പൊ ഇതിന് നമ്മൾക്ക് ഫലപ്രദമായി തോന്നിയിട്ടുള്ളത്, നമ്മളിപ്പോ ഏപ്രിൽ മാസത്തിൽ നടുന്ന ചെടികളിൽ പൊതുവെ തണ്ടുതുരപ്പന്റെ ആക്രമണം കുറവായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. എന്നാൽ ഇതൊരു മെയ് ജൂൺ ഒക്കെ ആവുമ്പോഴാണ് നമ്മൾ നടുന്നതെങ്കിൽ ആക്രമണം കൂടുതലായിരിക്കും. കാരണം തണ്ട് കുറച്ചുകൂടെ ഇളമായിരിക്കുന്ന പ്രായമാണ്. അപ്പോൾ സെപ്റ്റംബർ ഒക്ടോബർ ഒക്കെ ആകുമ്പോഴത്തേക്കാണ് ഈ തണ്ടുതുരപ്പൻ വരുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ കൂടുതലായിട്ട് ആക്രമിക്കുന്നതായിട്ട് കാണും. എന്നാൽ നമ്മൾ ഏപ്രിലിൽ നടുന്ന ചെടികൾ സെപ്റ്റംബർ ഒക്ടോബർ ആകുമ്പോൾ തണ്ട് കുറച്ചുകൂടെ മുഴുത്ത് വരുന്നത് കൊണ്ട് അതിന്റെ ആക്രമണം ഒരു പരിധി വരെയൊക്കെ മറ്റേതിൻ്റെ അത്ര നമുക്ക് കാണുന്നതായിട്ട് കാണില്ല. അപ്പൊ ഇങ്ങനെ തണ്ടുതുരപ്പൻ വരുന്നതിന്റെ ആ അടിഭാഗത്ത് വെച്ചിട്ട് നമ്മൾക്ക് ആ തണ്ടുതുരപ്പൻ കണ്ട ഉടനെ നമ്മൾക്ക് അവിടെ വെച്ച് മുറിച്ചു മാറ്റാം. കാരണം അതിനകത്ത് ഈ പുഴുണ്ട്. പുഴു തുരന്ന് ചെന്ന് നമ്മളുടെ ആ പ്രഗന്ധങ്ങൾ വരെ ചെന്ന് അത് അഴുകിപ്പോവാതെ പിന്നെ അത് അഴുകലിലോട്ടും ഒക്കെ ആയിട്ട് പോകുന്നതായിട്ട് കാണാം. അപ്പൊ അവിടെ വെച്ച് തന്നെ നമ്മൾക്ക് ഒന്നി കട്ട് ചെയ്തെടുത്ത് മാറ്റി ദൂരെ കൊണ്ടുപോയി അത് എടുത്ത് അതിനകത്തുള്ള പുഴു എടുത്ത് കളയാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാവുന്നത്, വരാതിരിക്കാൻ വേണ്ടി നമുക്ക് വേപ്പെണ്ണ മിശ്രിതം, വേപ്പെണ്ണ അസാഡിറക്റ്റിന്റെ പലതരത്തിലുള്ള സോസുകൾ നമുക്കുണ്ട്. നീം ഗോൾഡ്, അങ്ങനെ വേപ്പെണ്ണയുടെ വിവിധ തരത്തിലുള്ള മാർക്കറ്റിൽ കിട്ടുന്ന ഏതെങ്കിലും ഒരു ഫോർമുലേഷൻ മേടിച്ച് നമുക്കൊരു 5 ml 4 തൊട്ട് 5 ml 1 ലിറ്റർ വെള്ളത്തിലെടുത്ത് നമ്മളൊരു സെപ്റ്റംബർ മാസമാവുമ്പോൾ നമുക്ക് തളിച്ചു തുടങ്ങാം. ഓരോ മാസം ഇടവിട്ട് നമുക്ക് തളിച്ചു തുടങ്ങാം. സാധാരണ ഇതിൽ അതൊരു റിപ്പലന്റ് ആക്ഷൻ ആയിട്ട് പോകും. പൊതുവെ ഇതിന്റെ മണം കാരണം തണ്ടുതുരപ്പൻ അധികം വരാറില്ല. ഇല്ല എങ്കിൽ നമുക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് അതിന്റെ കവിളിനോട് ചേർത്ത് കൊറാജൻ ഒരു 3 ഗ്രാം 10 ലിറ്റർ വെള്ളത്തിൽ കലക്കി നമുക്ക് ഒഴിക്കാവുന്നതാണ്. അപ്പം വേപ്പധിഷ്ഠിത മഞ്ഞൾ, ഇനിയിപ്പോൾ നമ്മൾ ഓർഗാനിക് ജൈവ രീതിയിലാണെങ്കിൽ വേപ്പധിഷ്ഠിത കീടനാശിനികൾ ഉപയോഗിക്കാം. പിന്നെ അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് ഇലകളിലെ രോഗങ്ങളാണ്. അപ്പൊ മഞ്ഞളിൽ പിന്നെ കാണുന്ന ലീഫ് ബ്ലോച്ച് ആണ് സാധാരണയായിട്ട് കാണുന്നത്. ഇലവാട്ടം എന്ന് പറയും. പിന്നെ ചില സമയത്ത് ഇലപ്പുള്ളി രോഗവും വരാറുണ്ട്. അപ്പൊ ഇത് വരുന്നത് സ്ഥിരമായി നമ്മൾ ഒരേ സ്ഥലത്ത് തന്നെ മഞ്ഞൾ കൃഷി ചെയ്യുന്നതൊക്കെയാണ് ഈ ഇലവാട്ട, ഈ ലീഫ് ബ്ലോച്ചും ഇലപ്പുള്ളി രോഗവും വരുന്നത്. അപ്പൊ ഇലകളെ ബാധിക്കുന്ന കുമിൾ രോഗങ്ങളാണ് ഇവ വരുന്ന ഈ ലീഫ് ബ്ലോച്ച് വരുന്നതിനൊക്കെ താഴത്തെ ഇലകളിലാണ് ആദ്യമായിട്ട് കാണുന്നത്. അപ്പം അവയെ നമ്മൾ ആ ഇലകളെ തന്നെ നമ്മൾ മുറിച്ച് ദൂരെ കൊണ്ടുപോയി കത്തിച്ച് കളയുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ അതിൽ നിന്ന് തന്നെ രോഗകാരണമായ കുമിളുകൾ മറ്റ് ചെടികളിലോട്ടും ബാധിക്കുന്നതാണ്. പിന്നെ 2%, അതായത് 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ സാഫ് കലക്കി തളിച്ചാലും ഇവയെ ഒരു രീതിയിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. കാർബൺ ഡയോക്സൈഡ് തളിച്ചാലും മതി. അപ്പോൾ പിന്നെ ബോഡോ മിശ്രിതം 1% ബോഡോ മിശ്രിതം തളിക്കുവാണെങ്കിലും ഇവയെ നമുക്ക് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ മൂട് ചീയൽ പൊതുവെ നമ്മൾ കാണുന്നത് ഈ തണ്ടുതുരപ്പനുള്ള ആക്രമണം ഉള്ള നെല്ലാണ് സാധാരണയായിട്ട് ചെയ്യുന്നത്. പിന്നെ വെള്ളം കെട്ടി നിൽക്കുകയാണെങ്കിൽ മൂട് ചീയൽ വരാറുണ്ട്. അങ്ങനെയെങ്കിൽ 1% വീര്യമുള്ള ബോഡോ മിശ്രിതം കൊണ്ട് മണ്ണിൽ ഡ്രെഞ്ച് ചെയ്യാനാണ് നമുക്ക് പറ്റുന്നത്. ഇതാണ് ലീഫ് ബ്ലോച്ച് അല്ലെങ്കിൽ ഇലപ്പുള്ളി രോഗം. ഈ താഴെ കാണിച്ചിരിക്കുന്ന ഇലപ്പുള്ളി രോഗത്തിന്റെ ഏറ്റവും കഠിനമായ അവസ്ഥയാണ്. അങ്ങനെ ഒരു അവസ്ഥ നമ്മളുടെ ഇവിടെ അങ്ങനെ സാധാരണ വരാറില്ല. പിന്നെ അടുത്തത് വിളവെടുപ്പ് എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ മഞ്ഞളിന് നമുക്കറിയാലോ, വിളവെടുപ്പ് തൊട്ടാണ് ഇതിന്റെ ഏറ്റവും പ്രശ്നമായ കാര്യങ്ങളെല്ലാം ഉണ്ടാകുന്നത്. അപ്പൊ മഞ്ഞൾ കൃഷിയിൽ കർഷകർ മടിച്ചു നിൽക്കുന്നതിന് കാരണം തന്നെ വിളവെടുപ്പും പിന്നെയുള്ള സംസ്കരണവും കാരണമാണ്. അപ്പൊ വിളവെടുപ്പിന്റെ സമയം ഏകദേശം നമ്മൾ നട്ടതിനെ ആശ്രയിച്ചിരിക്കും. ജാനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ നടുന്ന തമിഴ്നാട് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ അത് ഏകദേശം നവംബർ വരെ അവര് നിർത്തിയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പൊ സാധാരണയായിട്ട് നല്ല ഞാൻ പറഞ്ഞല്ലോ, ഡ്രിപ്പ് ഇറിഗേഷൻ ഒക്കെ കൊടുത്ത് അവർ നല്ലപോലെ വളർത്തിയെടുത്ത് നവംബർ വരെ പോകും. പക്ഷെ കേരളത്തില്
പൊതുവെ നമ്മൾ ഒരു മഴയത്ത് മാർച്ച് മെയ് ജൂൺ കാലഘട്ടത്തിൽ നമ്മൾ നടുകയാണെങ്കിൽ അതൊരു ഏകദേശം ജാനുവരി ഫെബ്രുവരി ഒക്കെ ആകുമ്പോഴത്തേക്ക് പാകം, 8 മാസമൊക്കെ ആകുമ്പോൾ പാകമാകും. ഇവയെ 3 തരത്തിലാണ് നമ്മൾക്ക് ഈ മഞ്ഞളിനെ ഇനങ്ങളെ തരംതിരിക്കാൻ പറ്റുന്നത്. മൂപ്പ് കുറഞ്ഞ ഹ്രസ്വകാല ഇനങ്ങളുണ്ട്, 7 മുതൽ 8 മാസം ആവുന്നത് വരെ. പിന്നെ മധ്യകാല മൂപ്പുള്ളവയുണ്ട്, അതായത് 8 തൊട്ട് 9 മാസം പാകമാകുന്നുണ്ട്. പിന്നെ ദീർഘകാല മൂപ്പുള്ള ഇനങ്ങളും ഉണ്ട്. അത് ഏകദേശം 9 മുതൽ 10 മാസം കഴിഞ്ഞിട്ട് വിളവെടുക്കുന്നതാണ്. അതാണ് സാധാരണ കർഷകരുടെ എല്ലാം കയ്യിലുള്ളത്. 8 മുതൽ 10 വരെ മാസങ്ങളിൽ വിളവെടുക്കുന്ന ഇനങ്ങളാണ്. ഇവയാണ് അവയുടെ വിളവെടുക്കുന്ന രീതിയിൽ. സാധാരണ നമ്മൾക്ക് മൺവെട്ടി കൊണ്ട് പറിച്ചും നമ്മൾ എടുക്കും. പിന്നെ ട്രാക്ടറിൽ ഇതിനു വേണ്ടി ഉള്ള മെഷീൻസ് അവൈലബിൾ ആണ്. അപ്പം ലാർജ് സ്കെയിൽ കൃഷി ചെയ്യുന്നവർക്ക് ഇത് ഈ ഓട്ടോമാറ്റിക് ആയിട്ടുള്ളതുമുണ്ട്, പിന്നെ അല്ലാതെ മാനുവൽ ആയിട്ടുള്ള ഇങ്ങനത്തെ ഹാർവെസ്റ്റേഴ്സും മഞ്ഞളിനെ ഹാർവെസ്റ്റ് ചെയ്യാൻ, വിളവെടുക്കാൻ പറ്റുന്ന മെഷീനുകളും അവൈലബിൾ ആണ്. അപ്പോൾ ഇനി ഇത് എടുത്തതിന് ശേഷം ഇവയെ വേരുകളെല്ലാം കളഞ്ഞിട്ട് ഇവയെ സംസ്കരിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ സംസ്കരണം ഒരു വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മണ്ണും വേരും ഒക്കെ മാറ്റിയതിനു ശേഷം കഴുകിയെടുക്കുന്നു. 2-3 ദിവസത്തിനകം തന്നെ ഇവയെ നമുക്ക് സംസ്കരിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ പച്ചയായിട്ട് ഇപ്പം ആയുർവേദ ഉൽപ്പന്നങ്ങൾക്കും മരുന്നിനും ഒക്കെ പച്ചയായി തന്നെ അവയെ ഉണക്കി പൊടിച്ചെടുക്കുന്നുണ്ട്. പക്ഷെ പച്ചയായിട്ട് എടുക്കുമ്പോൾ അത് കൂടുതൽ നാൾ ഇരിക്കത്തില്ല. 1 വർഷത്തിനുള്ളിൽ തന്നെ അത് ഉപയോഗിച്ചില്ലെങ്കിൽ അത് കേടുവന്നു. അതേസമയം സംസ്കരിച്ച് വെക്കുന്നതിന് നമുക്ക് 2 വർഷം വരെ വലിയ കേടുകളൊന്നും കൂടാതെ നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതാണ്. അപ്പോൾ നമ്മൾ സംസ്കരിക്കുമ്പോൾ പൊതുവെ ഇതിന്റെ മാതൃപ്രഗന്ധങ്ങൾ കുറച്ച് വലുതായിരിക്കും. പിന്നെ ലഘുപ്രഗന്ധങ്ങളും ഉണ്ടല്ലോ. അപ്പൊ ലഘുപ്രഗന്ധങ്ങളും മാതൃപ്രഗന്ധങ്ങളും കൂടെ ഒരുമിച്ച് നമുക്ക് വേവിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പൊ അതിനെ 2ആയിട്ട് നമ്മൾ തരം തിരിച്ചതിന് ശേഷമാണ് ഇതിനെ നമ്മൾ രണ്ടിനെയും വേകുന്ന ഇത് വ്യത്യാസമാണ്. അപ്പൊ അതിനെ വേർതിരിച്ചാണ് സാധാരണയായിട്ട് വേവിക്കാറുള്ളത്. അപ്പൊ കേരളത്തിൽ ഇന്നും നമുക്കറിയാം ചെറുകിട നാമമാത്ര കർഷകരാണുള്ളത്. വളരെ കുറച്ചാണ് അവർ ഉണ്ടാക്കുന്നത്. അപ്പൊ അവരത് ഇപ്പോഴും വെള്ളത്തിലിട്ട് വേവിച്ച് വലിയ കുട്ടുകം പോലുള്ള ഇതിനകത്ത് വെച്ച് വെള്ളത്തിലിട്ട് വേവിച്ചാണ് കൊടുക്കുന്നത്. പക്ഷെ നമുക്ക് പറയാം ആവിയേറ്റി വേവിക്കുന്നതാണ് കുറച്ചുകൂടെ നല്ല ഒരു പരിഷ്കൃതമായ സംസ്കരണ രീതി എന്ന്. അപ്പം പണ്ട് കർഷകർ ഫീൽഡിൽ തന്നെ ഇങ്ങനെ കൃഷി ചെയ്ത് അത് വിളവെടുത്തതിന് ശേഷം കഴുകിയതിന് ശേഷം ഇങ്ങനെ ആദ്യം ഒരു ബോക്സിലാണ് മഞ്ഞൾ പുഴുകി തുടങ്ങി. പിന്നെ അത് 2ആയി, പിന്നെ അത് 6 ബോക്സ് വരെയായി ഒരുമിച്ച് പുഴുങ്ങാനുള്ള ഒരു രീതി കർഷകർ തന്നെ ഡെവലപ്പ് ചെയ്തെടുത്തു കൃഷിയിടങ്ങളിൽ തന്നെ. അപ്പോൾ അത് അവർക്ക് ഒരുമിച്ച് ഇത്രയും പെട്ടെന്ന് പുഴുങ്ങി കിട്ടും. ഏകദേശം 1 മണിക്കൂറെങ്കിലും ഇതിന് പുഴുങ്ങാൻ വേണ്ടി വരും. ഇതൊരു പരിഷ്കൃതമായ ഒരു രീതിയാണ്. അപ്പൊ ഇതിനകത്ത് നമ്മൾ ഏറ്റവും അടിയിൽ കാണുന്നത് എന്ന് പറയുന്നത് 1 മീറ്റർ നീളവും 60 സെന്റിമീറ്റർ വീതിയും 0.48 മീറ്റർ ഹൈറ്റുമുള്ള ഒരു സ്ട്രക്ചറാണ്. ഇതിന് ഈ ഒരു GI സ്ട്രക്ചറാണ്, അല്ലെങ്കിൽ ഈയം പൂശിയ ഇരുമ്പ് അഥവാ നാഗത്തകിടോടുകൂടി ഉണ്ടാക്കിയ പാത്രം നമുക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കാം. ഇതിന്റെ ഒരു പാത്രത്തിനകത്ത് സുഷിരങ്ങളുള്ളതാണ് ഈ അകത്തിരിക്കുന്നത്. അപ്പൊ അതിന് ഏകദേശം ഒരു 50 കിലോ മഞ്ഞൾ വേവിക്കാൻ പറ്റുന്നതാണ്. അതിന്റെ അടിയിലിരിക്കുന്ന പാത്രത്തിൽ നമ്മൾ വെള്ളം വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ 100 ലിറ്റർ വെള്ളമാണ് ഏകദേശം അതിന്റെ ഉള്ളിൽ ഒഴിക്കുന്നത്. എന്നിട്ട് 50 കിലോ വീതമുള്ള 2 പാത്രത്തിലായിട്ട് ഇതിനെ വേവിക്കുകയാണ് ചെയ്യുന്നത്, ആവിയേറ്റുകയാണ് ചെയ്യുന്നത്. അടിയിലും നമ്മൾ തീയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ മഞ്ഞളിന്റെ തന്നെ അതിന്റെ ഉണങ്ങുന്ന ഇതാണ് എടുത്ത് അവർ കത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഏകദേശം 1 മണിക്കൂർ, 3/4 മണിക്കൂർ തൊട്ട് 1 മണിക്കൂർ വരെയാണ് ഇത് എടുക്കുന്നത്. അപ്പം ഇതിന് വെന്തോന്ന് നോക്കാനായിട്ട് നമ്മൾക്ക് പറ്റുന്നത് ഒന്ന് പൊട്ടിച്ചു നോക്കിയാൽ നമുക്കറിയാൻ പറ്റും അതിന്റെ വേവ്. അല്ലെങ്കിൽ നമ്മളൊരു ഈർക്കിലെടുത്ത് കുത്തി നോക്കിയാൽ വളരെ പെട്ടെന്ന് അതിലൂടെ കയറി പോവുകയാണെങ്കിൽ നമുക്കറിയാം അത് മഞ്ഞൾ വെന്ത് കഴിഞ്ഞു എന്നുള്ളത്. അപ്പൊ വീട്ടിലുള്ളതൊക്കെ ആണെങ്കിൽ നമ്മൾക്ക് ഇങ്ങനെ എടുത്തിട്ട് നമ്മള് പിന്നെ പനമ്പിലോ അത് കനം കുറഞ്ഞ പൊളിത്തീനായിട്ടുള്ള കവറുകളിലോ സ്ട്രക്ചറുകളിലോ ഒക്കെ ഇട്ടിട്ട് നമ്മൾക്ക് നിരത്തിയിട്ട് മഞ്ഞൾ ഉണക്കിയെടുക്കാവുന്നതാണ്. ഇതില്ലെങ്കിൽ നമുക്ക് ഏകദേശം 65 ഡിഗ്രി താപനിലയിൽ കൃത്രിമമായി ഉണക്കിയെടുക്കാൻ പറ്റുന്ന ഡ്രയറുകളും ഇന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതൊരു ബോയിലറാണ്, ടർമറിക് ബോയിലറാണ്. കർഷകർ തന്നെ കണ്ടുപിടിച്ച ബ്രോയിലറാണ്. പലതരത്തിലുള്ള കപ്പാസിറ്റിയിലുള്ളതുണ്ട് ഇന്ന്.
അപ്പൊ ട്രാക്ടറിൽ മൗണ്ട് ചെയ്തിരിക്കുന്ന വേവിക്കുന്ന ഇത്തരം ബോയിലേഴ്സ് വരെ, ബോയിലേഴ്സ് അല്ല, ഇത്തരം ട്രാക്ടറിൽ തന്നെ വെച്ച് വേവിക്കുന്ന രീതിയിലുള്ളതുകൊണ്ട് ഈ ബോയിലറൊക്കെ തന്നെ മൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരിടത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി ചെയ്യാവുന്നതാണ്. ഇത് മഞ്ഞളിന്റെ തന്നെ ഉണങ്ങിയ തണ്ടും ഇതുമാണ്. ഇല്ലെങ്കിൽ നമുക്ക് തൊട്ടടുത്ത് നിൽക്കുന്ന തെങ്ങിൻ്റെയോ പട്ടയൊക്കെ നമുക്ക് അതിന് വേണ്ടി എടുക്കാവുന്നതാണ്. ഈ ബ്രോയിലർ വെച്ച് നമ്മൾ വേവിക്കുന്നതാണ്. ഇത് വലിയ ബ്രോയിലറുകളാണ്. ഒരേ സമയത്തിന് 4 ബ്രോയിലറുകൾ ഇതിനകത്ത് ഒരേ സമയത്ത് വേവിച്ചെടുക്കുകയാണ്. ഇതിൻ്റെ താഴത്തെ ഭാഗത്ത് നിന്ന് ഇതിൻ്റെ അടിഭാഗത്ത് ഈ ബ്രോയിലറിൻ്റെ ഈ 2 സൈഡിലിരിക്കുന്ന മഞ്ഞ കണ്ടെയ്നറിൻ്റെ അടിഭാഗം താഴെ നിന്ന് തുറക്കുകയും അതിൽ വേവിച്ച മഞ്ഞൾ ഇതിലോട്ട് ഇട്ട് അവരെ കൊണ്ടുപോയി ഉണക്കുകയും ഒക്കെയാണ് ചെയ്യുന്നത്. അപ്പൊ ഏകദേശം ഇത് ഉണക്കാൻ നമ്മളിപ്പോൾ കേരളത്തിന്റെ കാലാവസ്ഥ ഉണങ്ങും മാർച്ച് ഏപ്രിൽ സാധാരണയാവുന്ന ഫെബ്രുവരി മാർച്ച് സമയങ്ങളിലാണല്ലോ. അപ്പോഴത്തേക്ക് ചൂട് കൂടുതലുണ്ട് നമുക്ക്. എന്നാലും ഒരു 15 ദിവസമെങ്കിലും സാധാരണഗതിയിൽ മഞ്ഞൾ ഉണങ്ങിയെടുക്കാൻ കിട്ടും. അപ്പൊ അതൊരു ഭയങ്കര, ഇപ്പൊ ഒരു നമ്മൾ മഞ്ഞൾ ജാനുവരി ഫെബ്രുവരി മാസത്തിൽ നമ്മൾ വിളവെടുത്ത് കഴിഞ്ഞാൽ അത് ഉണങ്ങി അത് പൊടിച്ച് ഇത് കർഷകന് അല്ലെങ്കിൽ ഒരു ട്രേഡർക്ക് ഇത് വിൽക്കാൻ പാവുന്ന ഏകദേശം ഒരു ജൂലൈ ഓഗസ്റ്റ് ആവും ഇത് വിൽക്കാൻ പറ്റുന്ന ഒരു സമയമായി ഇതെല്ലാം പ്രോസസ്സ് ചെയ്ത് കൊണ്ടുവരുമ്പോഴത്തേക്ക്. അപ്പോൾ ഇത് ഇങ്ങനെ നമ്മൾ അത് കഴിഞ്ഞതിന് ശേഷം ഒരു 15 ദിവസമെങ്കിലും ഏകദേശം ഉണക്കാനായിട്ട് എടുക്കും. ഉണങ്ങിയതിന് ശേഷം അത് വലിയ രീതിയിൽ, ചെറിയ കർഷകരാണെങ്കിൽ നമ്മൾക്ക് മില്ലിൽ കൊണ്ടുപോയി ഇങ്ങനെ ഒരു മുഴുവനായിട്ട് ഉണക്കിയതിനെ കൊണ്ടുപോയി മില്ലിൽ കൊണ്ടുപോയി പൊടിക്കാൻ ചില മില്ലുകളിലുള്ള ആൾക്കാർ പൊതുവെ അത് താല്പര്യപ്പെടില്ല. കാരണം മില്ലിന്റെ ബ്ലേഡുകൾ പോകും എന്നുള്ള രീതിയിൽ അവർ വലിയ രീതിയിൽ അവരും അത് പ്രൊമോട്ട് ചെയ്യുന്നില്ല. അപ്പം കർഷകർ എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ വേവിച്ചതിന് ശേഷം അവയെ അരിയുക. അത് ചെറിയ തോതിലാണെങ്കിലേ നമ്മൾക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിനു വേണ്ടി അരിഞ്ഞ് ഇതിനെ ഉണക്കിയതിന് ശേഷം ഇവയെ നമുക്ക് പൊടിക്കാനായിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഉണക്കിയതിന് ശേഷം ഇതിന് വേറൊരു പ്രോസസ്സ് കൂടെ, പോളിഷിങ്. കാരണം ഈ പുഴുങ്ങി ഉണക്കി കഴിയുമ്പോഴത്തേക്ക് ഇതിന്റെ പുറത്ത് നമ്മൾ അതിന്റെ തൊലി എടുക്കുന്നില്ല, തൊലിയുണ്ട്. പിന്നെ നമ്മൾ പല സമയത്ത് ഇങ്ങനെ മഞ്ഞളുമായിട്ട് മഞ്ഞളും ഉണക്കുമ്പോഴൊക്കെ അതിൽ മണ്ണ് പൊടിയൊക്കെ അതിലുണ്ടാകും. അപ്പൊ ഇത് യന്ത്രം ഉപയോഗിച്ച് നമുക്ക് മിനുസപ്പെടുത്താം. അപ്പൊ തീരെ ചെറുതാണെങ്കിൽ നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളെങ്കിൽ യന്ത്രമൊന്നും വേണ്ട. അതിനെ നമുക്ക് കൈ കൊണ്ട് ഉരസി എടുക്കാവുന്നതാണ്. ചാക്കിലിട്ട് അടിച്ച് നമുക്ക് ഉണക്കിയെടുക്കാം. കാലുകൊണ്ട് നമുക്കതിനെ ചവിട്ടി മരിക്കുകയൊക്കെ ചെയ്യാം. അങ്ങനെയും നമുക്ക് പോളിഷ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതൊരു പോളിഷിങ് മെഷീനാണ്. പലതരത്തിലുള്ള പോളിഷിങ് മെഷീൻ ഉണ്ട്. 6 തലങ്ങളുള്ള പോളിഷിങ് മെഷീൻസ് ഉണ്ട്. അപ്പൊ ഇത് കുറച്ചുകൂടെ മെച്ചപ്പെട്ട രീതിയിലുള്ളതാണ്. അപ്പൊ ഇതിന്റെ സൈഡില് ഇരുമ്പ് വല ഘടിപ്പിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് കാണാം. അപ്പൊ ഇതിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ട്രാക്ടറിൽ മോട്ടറിൽ വെച്ചിട്ട് ഇത് നമുക്ക് കറക്കാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ ഇതിന്റെ സൈഡിലുള്ള ഈ മെഷിൽ ഉരസിയിട്ട് ഇതിന്റെ ഈ പുറത്ത് വരുന്ന ഇതെല്ലാം ഇതിൽ നിന്ന് വരുന്ന പൊടിയും അതിൻ്റെ ഇതുമൊക്കെയാണ്. അപ്പൊ മണ്ണും ഒക്കെയാണ്, അതിന്റെ തൊലിയുടെ പൊടിയും മണ്ണും ഒക്കെയാണ്. അപ്പൊ ഇത്രയും ഇതിപ്പോ കുറച്ച് മാറ്റിയതിന് ശേഷമാണ്, അതായത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വളരെ വലിയ ഒരു തോതിൽ ഇത് വരുന്നതായിട്ട് നമുക്ക് കാണാം. അത് മഞ്ഞൾ നമ്മൾ പോളിഷ് ചെയ്യുമ്പോൾ ഏകദേശം, അതായത് 5% കുറവ് വരും പോളിഷ് ചെയ്യുമ്പോഴത്തേക്ക്. അതിന് അത്രയും അതിന്റെ തൊലിയും പൊടിയും ഒക്കെ ആയിട്ട് പോകും. ഇതാണ് പോളിഷ് ചെയ്ത് കഴിഞ്ഞ മഞ്ഞൾ. പോളിഷ് ചെയ്ത് കഴിഞ്ഞ മഞ്ഞളിനെ നമ്മൾക്ക് പിന്നെ നമ്മൾ ഒരിക്കൽ കൂടെ ഒന്ന് ചെറുതായിട്ട് ഉണക്കിയതിന് ശേഷം നമ്മൾക്ക് അത് ഇതിനകത്തോട്ട് മാറ്റാം. ഇല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ അതിനകത്തോട്ട് ചാക്കിനകത്തോട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ അവസാന നിമിഷം പോളിഷ് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത്, ചില സമയങ്ങളിൽ എല്ലാവരും അത് ചെയ്യണമെന്നില്ല, ഒരു നിറം കിട്ടുന്നതിന് വേണ്ടി അവയുടെ അവസാന നിമിഷത്തിൽ 10 കിലോഗ്രാം മഞ്ഞൾ നിറം പിടിപ്പിക്കുന്ന 200 ഗ്രാം മഞ്ഞൾപ്പൊടി എടുത്ത് വെള്ളത്തിൽ തളിച്ചതിന് ശേഷം ഈ പോളിഷ് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ ഒഴിച്ചു കൊടുക്കും. അപ്പൊ അതിന്റെ ഇതിലെല്ലാത്തിലും പിടിക്കും. എന്നിട്ട് അത് ഒരിക്കൽ കൂടെ ഉണക്കും. ഉണക്കിയതിന് ശേഷമാണ് അവയെ ചാക്കി കെട്ടി അത് മറ്റു സ്ഥലങ്ങളിലോട്ട് വിൽക്കാനായിട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ ഈ റോഡൊക്കെ ഞാൻ പറഞ്ഞു, ഈ റോഡിലെ മഞ്ഞളിനുള്ള, സേലത്തിലുള്ള തമിഴ്നാട്ടിലെ മഞ്ഞളിനും പൊതുവെ മഞ്ഞളിന്റെ കുർക്കുമിന്റെ കണ്ടന്റ് കുറവാണ്. 2.5-3.5% പറഞ്ഞത്. കേരളത്തിലെ മഞ്ഞൾപ്പൊടി പൊതുവെ നല്ല മഞ്ഞൾപ്പൊടിയാണ്. ഏകദേശം 5 തൊട്ട് 7 വരെയുള്ള കുർക്കുമിൻ കണ്ടന്റാണ് അതിൽ കാണാറുള്ളത്. അപ്പൊ ഇതൊരു ഈ റോഡിലുള്ള ഒരു മാർക്കറ്റാണ്. പലതരത്തിലുള്ള കർഷകർ അവരുടെ
മഞ്ഞൾ കൊണ്ടുവന്ന് വിൽക്കാൻ പാകത്തിനുള്ളത് ട്രേഡേഴ്സ് അട്രാക്ട് ചെയ്യാൻ ട്രേഡേഴ്സിന് വേണ്ടി അവർ കൊണ്ടുവന്ന് വച്ചിരിക്കുന്നതാണ്. അപ്പം അതനുസരിച്ച് ട്രേഡേഴ്സ് വന്ന് നോക്കി അതിൻ്റെ അവർക്ക് ഇഷ്ടമുള്ളതിന് ഓർഡർ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇത് പല രീതിയിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പം മഞ്ഞൾ സാധാരണ ചാക്കിൽ കെട്ടി ചണഞ്ചാക്കിൽ കെട്ടി വെക്കുമ്പോൾ അതിനകത്ത് നമുക്കറിയാം പലതരത്തിലുള്ള കീടങ്ങൾ ആക്രമണം കാണുന്നുണ്ട്. അപ്പൊ ഏറ്റവും നല്ലതായിട്ട് കാണുന്നത് ഹൈ ഡെൻസിറ്റി പോളിയെത്തിലീൻ പാക്ക്, അതായത് അകത്ത് നല്ല ഹൈ ഡെൻസിറ്റി പോളിയെത്തിലീൻ പാക്കറ്റിന്റെ അതിൻ്റെ പോലത്തെ ലൈനിങ് ഉള്ള ചാക്കുകളിലാണ് നമ്മൾ സാധാരണയായിട്ട് ഇത് വെക്കാൻ, വലിയ രീതിയിൽ വെക്കണമെങ്കിൽ വെക്കാനായിട്ടുള്ളത്. പിന്നെ ചെറിയ തോതിൽ 25 ഇപ്പം എക്സ്പോർട്ട് ചെയ്യുന്നത് 25 കിലോയുടെയും 30 കിലോയുടെയും പാക്കറ്റുകൾ അങ്ങനെ പോകാറുണ്ട്. പിന്നെ വലിയ പാക്കറ്റുകൾ അതിൽ കൂടുതൽ ആയാൽ കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്കുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് എക്സ്പോർട്ടിൻ്റെ സമയത്ത് തന്നെ അത് ക്യാരി ചെയ്യുമ്പോൾ ഈ കൊളുത്ത് പോലുള്ള കമ്പികളുള്ള ഇത് വെച്ചിട്ടാണ് അവരെടുക്കുന്നത്. അപ്പോൾ അത് ഈ കഴിയുന്നതും ഇത്തരം ചാക്കുകൾ കീറിയാൽ പലതരത്തിലുള്ള കീടങ്ങൾ വരുന്നത് കൊണ്ട് അത്തരം വലിയ ഒരു പാക്കറ്റിലോട്ട് മഞ്ഞൾ പൊതുവെ പോകാറില്ല. അതായത് എക്സ്പോർട്ട് ചെയ്യുന്നവർക്ക് ഒരു 25 കിലോഗ്രാമുള്ള മഞ്ഞൾപ്പൊടിയുടെ പാക്കറ്റുകളായിട്ടാണ് പോകുന്നത്. അപ്പം അതിൻ്റെ അകത്ത് മെറ്റലൈസ്ഡ് പൗച്ചാണ്, അതിൻ്റെ അകത്ത് മെറ്റലൈസ്ഡ് ലൈനിങ് ഉള്ളതും പിന്നെ പുറത്ത് പേപ്പർ കൊണ്ടുള്ളതും ചെയ്യാറുണ്ട്. പിന്നെ അലൂമിനിയം ഫോയിൽ പാക്കിൻ്റെ തന്നെ അതൊക്കെ ചെറിയ തോതിലുള്ള ഒരു 1/2 കിലോ 1 കിലോ പാക്കറ്റുകളിൽ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിന് മിൽമ ഇപ്പോൾ ഇറക്കിയ മഞ്ഞൾപ്പൊടി കൊണ്ടുള്ള ഗോൾഡൻ മിൽക്ക് മിക്സും ഉണ്ട്, ഗോൾഡൻ മിൽക്കും ഉണ്ട്. അതാണ് ഈ അടുത്ത കാലത്ത് കോവിഡ് പ്രമാണിച്ച് ആൾക്കാരുടെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി മഞ്ഞളും പിന്നീട് ഇഞ്ചിയും സിനമൺ കൂടെ ചേർത്തിട്ടുള്ള പട്ടയും കൂടെ ചേർത്തിട്ടുള്ള ഡ്രിങ്കാണിത്. അപ്പോൾ മഞ്ഞളിൻ്റെ ഗുണഗണങ്ങൾ നമുക്ക് ഇതിനെ അറിയാവുന്നതാണ്. അപ്പോൾ മഞ്ഞൾ പോലെ തന്നെ മഞ്ഞളിൻ്റെ ഈ ജനുസിൽപ്പെട്ട മറ്റ് 2-3 ഇനങ്ങൾ കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ പറയേണ്ടതായിട്ടുണ്ട്. കാരണം മഞ്ഞക്കൂവ നമുക്കിപ്പോൾ വീട്ടിൽ നമ്മൾ മഞ്ഞൾ ഉണക്കി പൊടിച്ച് അത് എടുക്കുന്ന ആൾക്കാർക്കറിയാം, മഞ്ഞളിൻ്റെ ബോട്ടിൽ തുറക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു മണമാണ് കിട്ടുന്നത്. പക്ഷെ നമ്മൾ മേടിക്കുന്ന മഞ്ഞളിന് അത്രയും ഒരു മണം സാധാരണഗതിയിൽ കിട്ടാറില്ല. അപ്പൊ അതിന് കാരണം എന്തെന്ന് വെച്ചാൽ പൊതുവെ അതിന്റെ കുർക്കുമിൻ കണ്ടന്റ് കുറവായിരിക്കും. മഞ്ഞളിന്റെ കുർക്കുമിൻ കണ്ടന്റ് കുറവായിട്ടുള്ള ഒരു ലെമൺ യെല്ലോ കളർ മഞ്ഞയായിരിക്കും. എന്നാൽ ഇതിന്റെ കുർക്കുമിൻ കണ്ടന്റ് നല്ല കൂടുതലാണെങ്കിൽ സാധാരണയായിട്ട് അതൊരു ഓറഞ്ച് യെല്ലോ ആയിട്ടുള്ള മഞ്ഞളായിരിക്കും സാധാരണയായിട്ട് കിട്ടുന്നത്. അപ്പോൾ പിന്നെ നമ്മൾക്കറിയാം നമ്മളുടെ മിക്സ് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. കാരണം ഓയിലും ഒളിയോറസിനും ഒക്കെ എക്സ്ട്രാക്ട് ചെയ്തതിന് ശേഷമുള്ള സ്പെൻഡായി അതിന് ശേഷം ബാക്കി വരുന്ന അതിൻ്റെ സ്റ്റാർച്ചും നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ പൊതുവെ നമ്മൾക്ക് കിട്ടുന്നതിനകത്ത് മണം കൂടുതൽ വരാത്ത അതിൻ്റെ ഓയിൽ കണ്ടന്റ് കുറവായതുകൊണ്ടാണ്. അതായത് നല്ല ഇനങ്ങൾ പൊതുവെ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുകയും നമ്മുടെ കുർക്കുമിൻ കണ്ടന്റ് കുറഞ്ഞത് നമ്മളുടെ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം മഞ്ഞളിൻ്റെ ജനുസിൽപ്പെട്ട ഇതുപോലത്തെ മറ്റു ഇനങ്ങൾ കൂടെയുണ്ട്, അതും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഇതാണ് മഞ്ഞക്കൂവ. കാരണം കസ്തൂരി മഞ്ഞളിനേക്കാൾ നല്ല വില കിട്ടുന്ന ഈ ജനുസിൽപ്പെട്ട മറ്റൊരു ചെടിയാണ് കസ്തൂരി മഞ്ഞൾ. അപ്പൊ കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞിട്ട് ഒത്തിരി ആൾക്കാർ നമ്മൾ ഡിപ്പാർട്ട്മെന്റിൽ വരാറുണ്ട്. കാരണം കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞ ആൾക്കാർ കൊടുത്ത് അവർ മഞ്ഞക്കൂവ കൃഷി ചെയ്ത് അവർക്കത് വിൽക്കാൻ പറ്റാതെയായിട്ട്. അപ്പൊ അത്തരം ചതിയിൽ പെടാതിരിക്കാൻ കൂടി വേണ്ടിയാണ് ഞാൻ ഇതും കൂടെ പറയുന്നത്. കാരണം മഞ്ഞക്കൂവയുടെ ഇല നമ്മൾ നോക്കിയാൽ അതിന്റെ നടുക്കുകൂടെ ഒരു പർപ്പിൾ കളറിലെ ഒരു ലൈനിങ് കാണാം. ഇത് കസ്തൂരി മഞ്ഞളുടെ ഇലയിൽ ഇങ്ങനെ ഇല്ല. അപ്പൊ മഞ്ഞക്കൂവയ്ക്ക് ഇത് താഴെ തൊട്ട് മേട് വറ്റം വരെ ഈ പർപ്പിൾ കളറിലെ ഈ വര നമ്മൾ സാധാരണയായിട്ട് കാണുന്നതാണ്. ഈ മഞ്ഞക്കൂവ പൊതുവേ ഈ കളറാണ്. ഇതിനകത്ത് കസ്തൂരി മഞ്ഞളാണ് ഇടതുവശത്തിരിക്കുന്നത്, വലതുവശത്തിരിക്കുന്നത് മഞ്ഞക്കൂവയാണ്. അപ്പോൾ കസ്തൂരി മഞ്ഞൾ നമുക്കറിയാം സ്കിന്നിന്റെ കളറാണ്, ഒരു ചന്ദനത്തിന്റെ കളറാണ് സാധാരണയായിട്ടുള്ളത്. അപ്പൊ കസ്തൂരിയുടെ മണം, കസ്തൂരി എന്ന് പേര് വരാൻ തന്നെ കാരണം ഒരു കസ്തൂരിയുടെ ഗന്ധമാണ്, ഭയങ്കര നല്ല മണമാണ് അതിനുള്ളത്. അപ്പൊ ആ മണം ബാക്കി മഞ്ഞളുകൾക്ക് അത്രയ്ക്ക് ഇല്ല. മഞ്ഞക്കൂവ ഇങ്ങനെയാണ്. മഞ്ഞക്കൂവ പൊതുവേ കാട്ടിൽ ഇങ്ങനെ
നമ്മൾക്ക് പോയാൽ കാട്ടിൽ നിന്ന് കളക്ട് ചെയ്തുകൊണ്ട് വരാൻ പറ്റുകയാണ്. ആദിവാസികൾ ഇഷ്ടംപോലെ ഇത് കളക്ട് ചെയ്ത് നമ്മുടെ ഫോറസ്റ്റിൻ്റെ സ്ഥലത്ത് നമ്മൾക്ക് പോവുകയാണെങ്കിൽ ഫോറസ്റ്റിൻ്റെ ഷോപ്പുകളുണ്ടല്ലോ നമ്മളുടെ ഇതുമായിട്ട് അടുത്ത് നിൽക്കുന്ന, അപ്പോൾ ആ സ്ഥലങ്ങളിൽ നിന്നൊക്കെ തന്നെ നമുക്ക് മഞ്ഞക്കൂവ ധാരാളമായിട്ട് അവിടെ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ മഞ്ഞക്കൂവ പൊതുവെ അവർ ഉപയോഗിക്കുന്ന ഈ മഞ്ഞ കളർ വെള്ളത്തിൽ നമ്മളൊന്ന് തിളപ്പിച്ച് കഴിഞ്ഞാൽ തന്നെ ഈ മഞ്ഞ കളർ അങ്ങ് പോകും. പിന്നെ അത് കൂവയ്ക്ക് തുല്യമായി അത് ഉപയോഗിക്കും, കൂവ പൊടിക്ക് തുല്യമായി ഉപയോഗിക്കാൻ പറ്റുന്ന ഇതാണ്. വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല വയ്ക്കും. അപ്പൊ ഇതാണ് കസ്തൂരി മഞ്ഞളും മഞ്ഞൾക്കും. പക്ഷെ കസ്തൂരി മഞ്ഞളിൽ നമ്മൾ സാധാരണയായിട്ട് സൗന്ദര്യവർദ്ധക വസ്തുക്കൾക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അപ്പം അതുമായിട്ട് തെറ്റിപ്പോകാതിരിക്കുക. കാരണം കസ്തൂരി മഞ്ഞളിന് 2500 രൂപയാണ് 1 കിലോ പൊടിക്ക് കിട്ടുന്നത്. അപ്പൊ ആൾക്കാർ അത് തെറ്റിദ്ധരിച്ച് ഇനി മഞ്ഞക്കൂവ കൃഷി ചെയ്ത് അവസാനം അവർക്ക് വിപണി കണ്ടെത്താൻ പറ്റാത്ത രീതിയിലോട്ടൊക്കെ പോകാറുണ്ട്. അപ്പോൾ കരിമഞ്ഞൾ ഇതിൽ വേറൊരു ഇനമാണ്. കരിമഞ്ഞൾ ആയുർവേദ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഇവയുടെ ഇലകൾക്കും ഈ പർപ്പിളായിട്ടുള്ള നടുക്കൂടെയുള്ള ഒരു ഇത് കാണാറുണ്ട്. പക്ഷേ ഇത് തുടർച്ചയായി അങ്ങറ്റം വരെ ഇലയുടെ അങ്ങറ്റം വരെ പോകാറില്ല, ഇടയ്ക്കിടയ്ക്ക് വിട്ട് ആയിട്ടും നമ്മൾ കാണുന്നുണ്ട്. പിന്നെ കസ്തൂരി മഞ്ഞളിന്റെ ഇലകളാണ് ഇത്. അപ്പൊ ഇതിന് ആ പർപ്പിൾ കളർ ഇലകൾ കാണാറില്ല. പിന്നെ ഇവയുടെ ഇലയുടെ അടിഭാഗത്ത് ചെറിയ ഒരു രോമം കണക്കുണ്ട്. അപ്പൊ അത് നമ്മൾ തൊട്ട് നോക്കിയാൽ നല്ല സ്മൂത്ത് ആയിട്ട് നമുക്ക് അറിയാൻ പറ്റുന്നതാണ്. അപ്പൊ കസ്തൂരി മഞ്ഞളിന് അതുകൊണ്ട് തന്നെ അതിന്റെ ഇല അടിഭാഗം തൊട്ട് നോക്കിയാൽ നമുക്കറിയാവുന്നതാണ്. കസ്തൂരി മഞ്ഞൾ മറ്റു മഞ്ഞളിനെ അപേക്ഷിച്ച് നോക്കിയാൽ അതൊരു നല്ല ബിസിനസ്സായിട്ട് ഇപ്പം തുടങ്ങുന്നുണ്ട്, പലരും അത് ചെയ്യുന്നുണ്ട്. നമ്മളുടെ കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്ത അധ്യാപകർ പലരും അതിനു വേണ്ടി ചെയ്യുന്നുണ്ട്. ഹോർട്ടി ഗ്രീൻസ് എന്ന് പറയുന്ന ഒരു സൈറ്റിൽ നമുക്ക് നോക്കിയാൽ നിങ്ങൾക്ക് അത് പലതും കാണാവുന്നതാണ്. അതായത് ഈ കസ്തൂരി മഞ്ഞളിനെ കുറിച്ചുള്ള ജയചന്ദ്രൻ സാറും മറ്റാൾക്കാരും കാർഷിക കോളേജിൽ നിന്നുള്ള മറ്റധ്യാപകരും കൂടെ ചേർന്ന് തുടങ്ങിയതാണ് ആ സൈറ്റ്. അപ്പം അതിനകത്ത് ഈ കസ്തൂരി മഞ്ഞൾ അവർ വിൽക്കുകയും വാങ്ങിക്കുകയും ഓർഡർ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ കസ്തൂരി മഞ്ഞൾ കൃഷി ചെയ്ത് അതിന് വിപണി കണ്ടെത്താൻ ബുദ്ധിമുട്ടുള്ളവർക്കും അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള സാങ്കേതികമായ വിവരങ്ങൾ വേണ്ടവർക്കും ആ സൈറ്റുമായിട്ട് ബന്ധപ്പെട്ടാൽ ജയചന്ദ്രൻ സാറും മറ്റ് അധ്യാപകരുണ്ട് അതിനകത്ത്, അവരും അതിനു വേണ്ടിയുള്ള മറുപടിയും ഒക്കെ തരുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് എനിക്ക് മഞ്ഞളിൻ്റെ കൃഷിയും മഞ്ഞളിൻ്റെ അനുബന്ധമായ മറ്റു വിളകളെ പറ്റിയൊക്കെ പറയാനുള്ളത്. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഉപയോഗപ്രദമായി എന്ന് തോന്നുന്നു. മഞ്ഞളിനെ കുറിച്ച് ഇനി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മഞ്ഞളിൻ്റെ ലൈഫ് ബുക്കിൽ അതിൻ്റെ ഫേസ്ബുക്കിൻ്റെ ചാറ്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്. നന്ദി, നമസ്കാരം.